സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യാം. വളരെ നല്ലൊരു ദിവസം ഇന്ന് എല്ലാവർക്കും നേരുന്നു. അതോടൊപ്പം തന്നെ ആർസിഎം ബിസിനസ് പഠിക്കുവാനും ആർസിഎമ്മിനെ മനസ്സിലാക്കുവാനും നമ്മൾ കൂടിയിരിക്കുന്ന വിജയകിരണം മിഷൻ 365 ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 17ാം ദിവസമാണ് നമ്മുടെ മിഷൻ 365 ഡേയ്സിന്റെ. അപ്പോൾ നമുക്ക് ഓരോ ദിവസം കൂടുന്തോറും മെമ്പേഴ്സ് കൂടി വരുന്നു. വരുന്ന മെമ്പേഴ്സ് കേൾക്കുന്ന എല്ലാവരും വളരെ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പറയാനും വളരെ എനർജിയോടും വളരെ ഉത്സാഹത്തോടും ഓരോ വ്യക്തികൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അറ്റൻഡ് ചെയ്യുന്നുള്ള വളരെ സന്തോഷമുണ്ട്. കാരണം ആർസിഎം എന്ന് പറയുന്നത് ഒരു പഠനക്കളരിയാണ്. നമ്മൾക്ക് സാധാരണ രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വരുമാനം കിട്ടില്ല. പക്ഷെ ആർസിഎം പഠിക്കുമ്പോൾ എത്രമാത്രം നമ്മൾ ആക്റ്റീവായിട്ട് ഓരോരുത്തരും പഠിക്കുന്നുവോ ആ പഠിക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ ഇൻകം നേടാനുള്ള ഒരു സോഴ്സ് ആർസിഎമ്മിലൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആർസിഎമ്മിൽ എല്ലാവരും പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ എത്ര ഭംഗിയായിട്ട് പഠിക്കുന്നോ. ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോ ഓരോ കാറ്റഗറി അനുസരിച്ച് ബി+, അങ്ങനെയൊക്കെ നമ്മൾ ഒരു കാറ്റഗറി ചെയ്തിട്ടുണ്ടല്ലേ. എന്ന രീതിയിൽ തന്നെ ആർസിഎമ്മിൽ എല്ലാവരും A+ വാങ്ങിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആർസിഎമ്മില് ഒരു ഡയമണ്ടിലേക്ക് എത്താൻ സാധിക്കും. ആർസിഎമ്മിൽ ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദമായിട്ട് വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു സൂം പ്ലാറ്റ്ഫോം കോർഡിനേറ്റ് ചെയ്യുന്ന സുരേഷ് സാറിനും വെൽക്കം. സുരേഷ് സാർ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കണ്ട്. ഓക്കെ, നമുക്ക് ഇന്ന് ആർസിഎമ്മിന്റെ ഒത്തിരി കാര്യങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്നുണ്ട്. അതിന്റെ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും നമ്മളുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. വിജയകിരണം സൂമിന്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇല്ലാത്തവര് എത്രയും പെട്ടെന്ന് തന്നെ സുരേഷ് സാറിനെ എന്നെയോ കോണ്ടാക്ട് ചെയ്യുക, നിങ്ങളുടെ നമ്പർ അയച്ചു തരിക. അതിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അതിനകത്ത് അപ്ഡേഷൻ വരുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം നടത്തിയ നമ്മളുടെ ഒരു പ്രോഗ്രാമിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആർസിഎമ്മിലൂടെ എങ്ങനെ വരുമാനം കിട്ടും. നമ്മൾ ആർസിഎമ്മിലേക്ക് വരുന്നവർ ഓരോ വ്യക്തികളും ആർസിഎമ്മിനെ മനസ്സിലാക്കുകയും ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയുണ്ട്, അതായത് ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ എന്ന് മനസ്സിലാക്കി ഉപയോഗിച്ചിട്ടാണ് ആർസിഎമ്മിലേക്ക് വരുന്നതെങ്കിൽ പോലും ആർസിഎമ്മിനെ കുറിച്ച് പഠിച്ച് ആർസിഎമ്മിനെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുവോ ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എനിക്ക് ഇതിലൂടെ എന്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നു, എനിക്ക് എന്ത് വരുമാനം കിട്ടും. ഈ വരുമാനം ഞാൻ നേരത്തെ പറഞ്ഞു, ആർസിഎം പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വരുമാനം കിട്ടും. പക്ഷെ ആർസിഎം നല്ല രീതിയിൽ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. 6 ബേസിക്സിലും 7 കാർഡിനൽ റൂൾസിലും 8 കോഡ് സ്റ്റെപ്സിലും, അതായത് 7 കാർഡിനൽ റൂൾസിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. അതായത് നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡിയാസും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾക്കൊരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിൽ എന്താണോ ഐഡിയ അത് കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. എങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോൾ വിജയിച്ച ലീഡേഴ്സ് പറയുന്നത് എന്താണോ അത് കൃത്യമായിട്ട് കേൾക്കുക. ഓരോ വ്യക്തികളും ഓരോ ലീഡേഴ്സ്, ഉദാഹരണത്തിന് ഡോക്ടർ രാജൻ സാറ്, മൂർത്തി സാറ്, ഗിരീഷ് സാർ, ഇവരൊക്കെ ആർസിഎമ്മിന്റെ ഓരോ അച്ചീവേഴ്സ് എത്തിയ അച്ചീവർമാരാണ്. അപ്പൊ ആ ഒരു അച്ചീവ്മെന്റ്സിൽ എങ്ങനെ എത്തിയ അവര്? ബിഗിനർ ആവുമ്പോ ഒരു പ്രതിസന്ധി ഉണ്ടാവും. അടുത്ത ലെവൽസ് സ്റ്റാർട്ടർ, ഈഗിള്, റണ്ണറ്, വിന്നറ്, അങ്ങനെ ഓരോ ലെവൽസിലും ഓരോ പ്രതിസന്ധികൾ ഉണ്ടാവും. ഓരോ പ്രതിസന്ധികളിലും അല്ലെങ്കിൽ ഓരോ ലെവൽസിലും ഓരോ ഇഷ്യൂസ് ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിച്ചുകൊണ്ട് നമ്മൾക്കൊരു നല്ലൊരു അച്ചീവർ ആവാം എന്ന് നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട ഗ്രേറ്റ് ഗുരുക്കന്മാര് നമുക്ക് ഗൈഡ് ലൈൻ തരുന്നുണ്ട് അല്ലെ. നമ്മൾക്ക് ഓരോ സൂം പ്ലാറ്റ്ഫോമിലൂടെയും ഓരോ ഹാൾ പ്രോഗ്രാമിലൂടെയും, അതായത് നമുക്ക് ഫിസിക്കൽ പ്രോഗ്രാമിലൂടെയും നമുക്കൊക്കെ അവയർനെസ് തരുന്നുണ്ട്. അപ്പൊ ഈ അവയർനെസ് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ടീമിൽ ഫോളോ ചെയ്യുക. അവരെന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധിക്കും. നമുക്ക് കിറ്റ് ചെയ്യാൻ പോവാതെ, കിറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവും. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമുക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാനും ഇതിലൂടെ ആക്റ്റീവ് ആകാനും നല്ലൊരു എനർജി കിട്ടാനും നമ്മളുടെ ഊർജം നിലനിർത്താനും നമുക്ക് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ആർസിഎമ്മിന്റെ
നമ്മളുടെ സൂം പ്രോഗ്രാം. അതിൽ ഇന്നിപ്പോ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തേക്കണാണ് ഇന്നത്തെ നമ്മളുടെ വിജയകിരണം 365 ഡേയ്സ് മിഷൻ അല്ലെ, അല്ലെങ്കിൽ വിജയകിരണം മിഷൻ 365 ഡേയ്സ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം നമ്മൾ 365 ദിവസം ചെയ്തിരിക്കും, ഉറപ്പാണ്. എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഈ ഒരു സൂം ഓപ്പൺ ആയിരിക്കും. അതിൽ ആരാണെന്ന് ഓരോ ദിവസവും ഓരോ വ്യക്തികളായിരിക്കും. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പറ്റത്തില്ല. അപ്പൊ അതനുസരിച്ച് ഓരോ ലീഡേഴ്സ് ചിലപ്പോൾ മാറിയായിരിക്കും പ്രോഗ്രാം വരുന്നത്. എങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് ഇത് മുടക്കാതെ തന്നെ ഇന്ന് 17 ദിവസം കവർ ചെയ്തു. നമ്മളുടെ 25 ഡേയ്സ് 25ാം ദിവസം നമുക്കൊരു സ്പെഷ്യൽ ലീഡർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിരിക്കും നമുക്ക് നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നത്. മാക്സിമം മെമ്പേഴ്സിനെ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. മാക്സിമം എന്ന് പറഞ്ഞാല് നമ്മൾ ജോയിൻ ചെയ്തു, നിങ്ങളുടെ ടീമിനെ ഇന്ന് ജോയിൻ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഇതിന്റെ നമ്മുടെ സൂമിന്റെ ID നമ്പർ അയച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് ഈ ഒരു സൂം പ്രോഗ്രാമിന്റെ എഡിഫിക്കേഷൻ പറഞ്ഞുകൊണ്ട് അവരെ ഈ ഒരു സൂമിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു വെൽക്കം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഒരു സെഷൻസിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത് RCMല് സാധാരണ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വരുമാനമേ കിട്ടുള്ളൂ അല്ലെ. നമ്മൾ ജോലി ചെയ്യുന്നു, വരുമാനം കിട്ടുന്നു, ജോലി ചെയ്യുന്നില്ല, വരുമാനം കിട്ടുന്നില്ല അല്ലെ. പകുതി ഹാഫ് ഡേ ജോലി ചെയ്യുന്നു, ഹാഫ് ഡേ ഇൻകം കിട്ടുന്നു എന്ന രീതിയിലാണ് നമ്മൾക്ക് സാധാരണ ജീവിതത്തിൽ അല്ലെങ്കിൽ ലൈഫിൽ വരുമാനം കിട്ടുന്നത്. ഈ വരുമാനം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഇൻകം ആണ്. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നു, നമുക്ക് വരുമാനം കിട്ടുന്നു, നമ്മൾ ചെയ്യുന്നില്ല, വരുമാനം കിട്ടുന്നില്ല. പക്ഷെ RCMല് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, RCM വർക്ക് ഒരു ജോബായിട്ട് ഏറ്റെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ RCMല് നമുക്ക് 6ഓളം വരുമാനങ്ങൾ കിട്ടും. ഒന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, സെൽഫ് യൂസിലൂടെ കിട്ടും, സെയിൽസിലൂടെ കിട്ടും, ഷോപ്പ് ഇട്ടുകൊണ്ട് വരുമാനം കിട്ടും, സെയിൽസ് ചെയ്തുകൊണ്ട്, അങ്ങനെ പല കാറ്റഗറിയിലുള്ള വരുമാനം കിട്ടും. നമുക്ക് മന്ത്ലി ബോൺസ്, ഇയർലി ബോൺസ് ഒക്കെ ഈ രീതിയിൽ ഏകദേശം നമുക്ക് RCMലൂടെ കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ 6 ടൈപ്പ് ഓഫ് ഇൻകം, 6 തരത്തിലുള്ള വരുമാനം കിട്ടും. അതിൽ ഏറ്റവും പ്രധാനമാണ് ടീം ബിൽഡിംഗ്. നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നിട്ട് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരാളായി മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇൻകം എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആയിരിക്കും. ലൈഫ് ലോങ് എന്ന് പറഞ്ഞാല് നമ്മളുടെ തലമുറ കഴിഞ്ഞാൽ പോലും അടുത്ത തലമുറ വരുന്നവർക്കും ഒരു നെക്സ്റ്റ് ജനറേഷൻ വരും തലമുറയ്ക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു വരുമാന മാർഗമാണ് നമ്മൾ RCMലൂടെ ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾ ഓരോ വ്യക്തികളും ചിന്തിക്കുക, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് വരും തലമുറയ്ക്കും കൂടി, അല്ലെങ്കിൽ ഒരു 2-3 തലമുറയ്ക്ക് കൂടി കിട്ടാവുന്ന രീതിയിലുള്ള ജോലിയാണോ, വരുമാനം കിട്ടാവുന്ന ജോലിയാണോ, അതിൽ നിന്ന് കിട്ടുമോ ചിന്തിക്കുക. അപ്പോ ആ ഒരു ജോലിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും കിട്ടാൻ സാധിക്കില്ല. പക്ഷെ RCMലൂടെ എത്ര ജനറേഷന് പോലും കൈമറിഞ്ഞു പോകാനുള്ള ഒരു വരുമാനം RCMലൂടെ കിട്ടും. അപ്പൊ ആ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത്രയും സീരിയസ്നെസ് ഈ ഒരു ബിസിനസ്സിൽ എല്ലാവരും കൊടുക്കണം. നിങ്ങൾ എത്രത്തോളം സീരിയസ്നെസ് കൊടുക്കുന്നുവോ അത്രത്തോളം ഇൻകം ഏണിങ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. RCM പഠിക്കുക. അപ്പൊ നോക്കാം, ഞാനൊരു സ്ക്രീൻ ഷെയറിങ്ങിലൂടെ നമുക്കിന്ന് എങ്ങനെ RCMലൂടെ നമുക്ക് വരുമാനം ലഭിക്കും. അതില് ടീം ബിൽഡിങ്ങിലൂടെ നമുക്കറിയാൻ സാധിക്കും, നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, സംസാരിക്കുന്നു, പരസ്യങ്ങൾ ചെയ്യുന്നു, നല്ല നല്ല കാര്യങ്ങൾ കണ്ടാൽ പറയുന്നു, നല്ല ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നു, അതിന്റെ പരസ്യം എല്ലാവരോടും. ആരൊക്കെയാണോ എനിക്കൊരു ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹങ്ങൾ തോന്നുന്നത് നമ്മളോട് ചോദിക്കുന്ന ആരൊക്കെയാണോ അവരോട് എല്ലാവരോടും നമ്മൾ ഹോട്ടലിന്റെ പരസ്യം പറയും. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു തുണിക്കടയുടെ പരസ്യം ആരൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്, കാണുന്ന എല്ലാവരോടും നമ്മൾ ആ തുണിക്കട നല്ലൊരു ഡ്രസ്സ് കിട്ടിയെന്നുള്ള പരസ്യം നമ്മൾ പറഞ്ഞിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ സിനിമ കാണുന്നു, പല പല സിനിമകളും നമ്മൾ കാണുന്നു. ആ സിനിമ നമ്മൾ കണ്ടതിന് ശേഷം അത് നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ പല പല ആളുകളോടും സംസാരിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ പല നല്ല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഇൻകം നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. നമ്മൾ അവിടെ പരസ്യക്കാരനാവുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി നമുക്ക് 1 രൂപ പോലും കിട്ടാനുള്ള ഒരു അവസരം അതില്ല. പക്ഷെ RCMനെ മനസ്സിലാക്കിയിട്ട് RCM നല്ല രീതിയിൽ പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ RCMന്റെ ഒരു പരസ്യക്കാരനായി മാറിയാൽ, അല്ലെങ്കിൽ നമ്മൾ RCMന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ RCMലൂടെ ഒരു വരുമാനം കിട്ടാനുള്ള ഒരു സ്രോതസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിലേറ്റവും
ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇൻകം കിട്ടുന്നതാണ് ടീം ബിൽഡിങ്ങിലൂടെ. എങ്ങനെയാണ് ടീം ബിൽഡിങ്ങിലൂടെ കിട്ടുന്നത് എന്ന് നോക്കാൻ ഞാനൊരു സ്ക്രീൻ ഷെയർ കൊടുക്കുന്നു. സുരേഷ് സാറെ വന്നവരെയൊക്കെ ഒന്ന് അഡ്മിറ്റ് ചെയ്തോട്ടാ, കുറെ പേര് വരുന്നുണ്ട്. സുരേഷ് സാറെ സ്ലൈഡ് മാറുന്നില്ലേ? ഓരോന്ന് മാറിക്കൊണ്ടിരിക്കുന്നില്ലേ? മാറുന്നുണ്ട്. ഇതൊരു വലിയൊരു സ്ലൈഡാണ്, അപ്പൊ പ്രസന്റേഷൻ ആണ്, അപ്പൊ അതിൽ ഇതിന്റെ ഒരു ഇതിലേക്ക് മാറാനുണ്ട്. ഞാൻ ജസ്റ്റ് എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവരും ശ്രദ്ധിക്കുക, എഴുതി നോട്ട് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും നോട്ട് ചെയ്യുക. നമ്മൾക്ക് ആർസിഎമ്മിലൂടെ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻകം സോഴ്സ് അല്ലെങ്കിൽ ഇൻകം ആണ് ഇന്ന് ഈ ഒരു പ്രസന്റേഷനിലൂടെ നിങ്ങൾ എല്ലാവരും അറിയാൻ പോകുന്നതും കാണാൻ പോകുന്നതും.
അപ്പോ ആർസിയിലൂടെ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ടീം ബിൽഡിംഗ് ആണ്. എങ്ങനെ ആർസിഎമ്മില് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങൾ ഒരുപാട് ആളുകളോട് പറയാറുണ്ട് എന്ന രീതിയിൽ തന്നെ ആർസിഎം കുറച്ച് ആളുകളോട്, നമ്മളുടെ റിലേറ്റീവ്സിനോടും നൈബേഴ്സിനോടും സ്ട്രേഞ്ചേഴ്സിനോടും നമ്മൾ കാണുന്ന വ്യക്തികളോട് എല്ലാവരോടും ആർസിഎം പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കൊരു ആ വരുന്ന ആളുകൾക്ക് കൺവിൻസ് ചെയ്തുകൊണ്ട് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ടീമിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ടീമിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനമാണ് നിങ്ങൾ ഇന്ന് ഓരോ വ്യക്തികളും കാണാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ഈ ഒരു ടീം ബിൽഡിങ്ങിലേക്ക് വരുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ PV ഡിസ്ട്രിബ്യൂഷൻ സ്ലാബ്, ഇതെല്ലാവരും നോട്ട് ചെയ്യുക, പഠിക്കുക, എഴുതിയെടുക്കുക. കാരണം ഇതാണ് കൃത്യമായിട്ട് നമ്മളുടെ വരുമാനം കാൽക്കുലേഷൻ ചെയ്യുന്ന സ്ലാബ് എന്ന് പറയുന്നത്. നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ആർസിഎമ്മിൽ ഇന്ന് ഏതൊരു വ്യക്തിയും ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ഒരു വരുമാനം കിട്ടണമെങ്കിൽ ആ വ്യക്തി 5000 PV മിനിമം ചെയ്തിരിക്കുന്ന ഒരാളായിരിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക, 5000 PV ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2% കിട്ടും. നമുക്ക് പേഴ്സണലി 2% കിട്ടും. അപ്പോ നമ്മൾ ആർസിഎമ്മിലേക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വരുന്നു, ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നല്ലൊരു കൺസ്യൂമർ ആയിട്ട് മാറുന്നു, ഒരു 5000 PV ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക എല്ലാവരും. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒത്തിരി പേര് 5000 PV ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് 5000 PV ചെയ്യുന്നുണ്ട്. അപ്പൊ 5000 PV ചെയ്യുമ്പോൾ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ 1-ാം തീയതി തുടങ്ങി 10-ാം തീയതിക്ക് മുമ്പായിട്ട് 5000 PV ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ആർസിഎമ്മിലൂടെ ഒരു ഇൻകം കിട്ടാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. 2, ആർസിഎമ്മിന്റെ ഒരു ഡയമണ്ട് ക്ലബ്ബ് മെമ്പറായി മാറിക്കഴിഞ്ഞു. 1-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇടയിലായിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് 12 മാസം 5000 PV ചെയ്തു കഴിഞ്ഞാൽ കമ്പനി ഒരു ഡയമണ്ട് ക്ലബ്ബ് മെമ്പറായിട്ട് മാറ്റും. അതോടൊപ്പം തന്നെ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആ വ്യക്തിക്കുള്ള ഒരു പിൻ കിട്ടും. അതോടൊപ്പം തന്നെ കമ്പനി വിസിറ്റ് ചെയ്യുമ്പോൾ 12 മാസം കഴിഞ്ഞ് കമ്പനി വിസിറ്റ് ചെയ്യുമ്പോൾ ആ വിസിറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് 3 ദിവസത്തെ ഒരു സെലിബ്രേഷൻ അവിടെ നടത്തി പങ്കെടുക്കാനുള്ള ഒരു അവസരം കമ്പനി തരുന്നു. അപ്പൊ അങ്ങനെ തരുമ്പോ ആ സെലിബ്രേഷനിൽ പങ്കെടുക്കാനുള്ള സാധാരണ രീതിയിൽ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാത്ത ഒരു വ്യക്തിക്കാണെങ്കിൽ മിനിമം ഒരു 2500 രൂപ തുടങ്ങി 3000 രൂപ അവിടെ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ അകത്തേക്ക് നമുക്ക് കയറാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരും 5000 PV ചെയ്യുക. 5000 PV എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ക്ലബ്ബ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി കിട്ടിയിരിക്കും. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നതിലൂടെ സാധിക്കും. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറും 5000 PV നമ്മൾ പേഴ്സണലി ചെയ്യുമ്പോൾ. അപ്പൊ 5000 PV ചെയ്താൽ 2%, 10,000 PV ചെയ്ത് കഴിഞ്ഞാൽ 4.5%, 20,000 PV നമ്മൾ ഓരോ വ്യക്തികളും എത്തുമ്പോൾ 7%, 40,000 PV ആണെങ്കിൽ 9.5%, 70,000 PV ആണെങ്കിൽ 12%, 1,10,000 PV ആണെങ്കിൽ 14%, 1,70,000 PV ആണെങ്കിൽ 17%, 2,60,000 PV ആണെങ്കിൽ 19%, 3.5 ലക്ഷമാണെങ്കിൽ 22%. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ നമ്മൾ ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ 2% മുതൽ 22% വരെ കിട്ടാനായിട്ട് നമുക്ക് യോഗ്യതയുണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ PV എന്ന് പറയുന്നത് പർച്ചേസ് വോളിയത്തിന്റെ നമ്മളൊരു തുടക്കക്കാരൻ എന്ന് പറയുമ്പോൾ 2% കിട്ടും 5000 PV ചെയ്യുമ്പോൾ. ആ വ്യക്തിയുടെ ടീമിൽ 3.5 ലക്ഷം PV ജനറേറ്റ് ആയി കഴിയുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്നത് 22%-ന് യോഗ്യനാവും. ഉദാഹരണത്തിന് ഒരു ഓയിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇപ്പൊ 73 പർച്ചേസ് വോളിയം ഉണ്ട്, അതിന്റെ 2% എന്ന് പറഞ്ഞാല് ₹1.40 അല്ലെങ്കിൽ 1.40 ആണെങ്കിൽ 22% എത്തുമ്പോൾ അതിന്റെ PV ഏകദേശം ഒരു 15 രൂപയോളം നമുക്ക് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. ഓക്കെ, അപ്പോ എല്ലാവർക്കും PV അല്ലെങ്കിൽ പർച്ചേസ് വോളിയത്തിന്റെ സ്ലാബ് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഞാൻ വളരെ സ്ലോ ആയിട്ട് പറഞ്ഞു, കാരണം ഇവിടെ വന്നിരിക്കുന്ന ക്രീമായിട്ടുള്ള വ്യക്തികളാണ്, പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വ്യക്തികളാണ്. ഇത് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ദൂരങ്ങളിലേക്ക് പെട്ടെന്ന് പോകാൻ സാധിക്കും. അപ്പോ നമ്മളൊരു ബിസിനസ് വർക്ക് ചെയ്തു, ഗ്രോ ചെയ്തു. സാധാരണ രീതിയിൽ ഒരു വ്യക്തി വരുന്നത് എത്ര രൂപ, 2000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടാണ് ജോയിൻ ചെയ്യുന്നത്. ആ വ്യക്തിക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 PV ജനറേറ്റ് ആവും. 1000 PV ജനറേറ്റ് ആവുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്നത് 2%.
പ്രൊഡക്റ്റിന്റെ 2% നമുക്ക് കിട്ടുന്നത്. അപ്പൊ 12 മാസം കൂട്ടുമ്പോൾ 12% കിട്ടും. ആ വ്യക്തിക്ക് 120 രൂപയുടെ DP പ്രൈസിന്റെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. പുതിയതായിട്ട് ഒരു വരുന്ന വ്യക്തിക്ക്. ആ വ്യക്തി 2000 രൂപ എടുത്ത് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം 6 മാസം തുടർച്ചയായിട്ട് 1000 PV ചെയ്യുമ്പോ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ 6 മാസത്തിന് ശേഷം ആ വ്യക്തിക്ക് കിട്ടുന്നത് 120 രൂപയുടെ ഫ്രീ പ്രൊഡക്ട്സ് കിട്ടും. ജോയിൻ ചെയ്ത വ്യക്തികൾക്ക് കിട്ടുന്നത്. നോക്കാം നമുക്ക് അടുത്തത് എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന്. ആ വ്യക്തി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഒരു നല്ലൊരു കൺസ്യൂമർ ആയിട്ട് മാറി എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ തുടങ്ങി, ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, ഒരു ടീം വർക്കിലൂടെ അദ്ദേഹം ചെയ്യാൻ തുടങ്ങി, അദ്ദേഹം ഡയമണ്ട് ക്ലബ്ബ് ചെയ്തു, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഡിസ്പ്ലേ വാർഡ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയുള്ള വ്യക്തിക്ക് 5000 PV ജനറേറ്റ് ആവുന്നു അല്ലെ. നമ്മളിപ്പോ ഇവിടെ ഒത്തിരി പേര് 5000 PV ചെയ്യുന്നവരുണ്ട്. നിങ്ങളാണെന്ന് വിചാരിക്കുക. ഇവിടെ ഇരിക്കുന്ന എത്ര വ്യക്തികളുണ്ട് സുരേഷ് സാറേ? എത്ര പേരുണ്ട്? 22ഓ 26ഓ? 28 പേരും നമ്മൾ ഓരോ വ്യക്തികളാണെന്ന് വിചാരിക്കുക. ഇമാജിൻ ചെയ്യുക. നിങ്ങൾ 5000 PV ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം നമുക്ക്. 5000 PV ചെയ്യുമ്പോൾ അതിന്റെ 2% കിട്ടും. 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 100 രൂപ കിട്ടും. ഈ 100 രൂപ കിട്ടുന്നതോടൊപ്പം നമ്മൾ 6 മാസം കൃത്യമായിട്ടും 5000 PV ചെയ്യുകയാണെങ്കിൽ 8ാമത്തെ മാസം 5000 രൂപയുടെ ഫ്രീ പ്രൊഡക്ഷൻ കിട്ടും. അപ്പോൾ 5000 രൂപയുടെ ഫ്രീ പ്രൊഡക്ഷൻ കിട്ടും. 6 × 100 600 രൂപയും കിട്ടും നമുക്ക് 6 മാസം. 100 രൂപ നമുക്ക് എല്ലാ മാസമാണ് കിട്ടുന്നത്. മൊത്തം 6 മാസം കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആവറേജ് ഒരു മാസത്തെ നമുക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ 6 × 5000 833 രൂപ ഒരു മാസം നമുക്ക് ഒരു ഇൻകം ആയിട്ട് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ 5000 PV ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് 2% 100 രൂപ കിട്ടും. നോക്കാം നമുക്ക് 2ാമത്തെ മാസത്തിലേക്ക് വന്നു. ആ വ്യക്തി ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം 2ാമത്തെ മാസം വീണ്ടും ആ വ്യക്തി ഒരു 5000 PV ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഒരു വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നല്ല കാര്യങ്ങൾ കേട്ടു, നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി. ആ നല്ല കാര്യം മറ്റുള്ള ഒരാളോട് പറയാൻ തയ്യാറാവുക. അത് RCMന്റെ കാര്യമാണെങ്കിൽ നമുക്ക് ആ വ്യക്തികൾ നമ്മുടെ ടീമിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യും. അങ്ങനെ നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തു. നിങ്ങളും നിങ്ങളുടെ കൂടെ ഒരു അസോസിയേറ്റ് ചെയ്ത ഒരു 5000 PV ഒരു വ്യക്തിയും കൂടി ആണെങ്കിൽ മൊത്തം എത്രയായി? 10000 PV ആയി. നോക്കാം 10000 PV ചെയ്യുമ്പോൾ ആ സ്ലാബ് 5000 നിന്നും 10000 വരുമ്പോൾ 4% നേരത്തെ അതാണ് ഞാൻ പറഞ്ഞത്. ആ പെർസെന്റേജിന്റെ സ്ലാബ് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യാൻ. 2, 2.5, 2, 4.5 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. PV കൂടുന്നതനുസരിച്ച് പെർസെന്റേജ് കൂടും. ഇപ്പൊ PV കൂടി അല്ലെ. 10000 PV കൂടുമ്പോൾ അതിന്റെ 4% കിട്ടും. 4% എന്ന് പറഞ്ഞാൽ 450 രൂപ. അപ്പൊ നിങ്ങൾ 2 പേര് വന്നിട്ടുണ്ട്, ഓരോ വ്യക്തികൾ അല്ലെ. ആ വ്യക്തിക്ക് അതിന്റെ ഒരു സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് A സൈഡ് എന്നാണ് അതിന് പറയുന്നത്. A സൈഡ് സ്റ്റാർട്ട് ചെയ്തു. A സൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോ 5000 PVയുടെ 2% നമ്മളുടെ കൂടെ വന്ന വ്യക്തിക്ക് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര കിട്ടും? നമ്മളിവിടെ 350 രൂപ കിട്ടും. അതായത് ഫസ്റ്റ് മാസം എത്രയാണ് കിട്ടിയത്? ഫസ്റ്റ് മാസം കിട്ടിയത് 100 രൂപയാണെങ്കിൽ 2ാമത്തെ മാസം 350 ആയിട്ട് മാറി. അപ്പോൾ ഒരു വ്യക്തികൾ വരുന്നതനുസരിച്ചല്ല നമുക്ക് വരുമാനം കിട്ടുന്നത്. ആ വ്യക്തിയിലൂടെ വരുന്ന പർച്ചേസ് വോളിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുമാനം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 2 പേര് ജോയിൻ ചെയ്തു. നമുക്ക് കിട്ടിയത് എത്ര? 350 രൂപ. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം നമുക്ക്. നമ്മുടെ ടീമില് നമ്മൾ ജോയിൻ ചെയ്തു. നമ്മളോടൊപ്പം തന്നെ നമ്മൾ ഉൾപ്പെടെ 4 വ്യക്തികൾ ജോയിൻ ചെയ്തു അല്ലെ. നിങ്ങൾ ഓരോ വ്യക്തികൾ ജോയിൻ ചെയ്തു. അതോടൊപ്പം തന്നെ നിങ്ങൾ 3 പേരെ 5000 PV ചെയ്യുന്നവരെ ക്രിയേറ്റ് ചെയ്തു. നോക്കാം നമുക്ക്. 5000 PV 4 പേര് ചെയ്യുമ്പോൾ ടോട്ടൽ PV വരുന്നത് 20000 PV. സ്ലാബ് മാറി അല്ലെ. 20000ന്റെ സ്ലാബ് എന്ന് പറഞ്ഞാൽ 7%. 20000ന്റെ 7% ഇവിടെ കാണിച്ചിട്ടുണ്ട് സ്ക്രീനിൽ. 1400 രൂപ. 1400ന്റെ നമ്മൾ ആ ഒരു വലിയ സൈഡ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വലിയ സൈഡിൽ നമ്മൾ ഉൾപ്പെടെ വേറെ 3 പേര് കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ആ 3 പേർ കൂടി കമ്പനി പൈസ കൊടുക്കുന്നത് എത്രയാ? നമ്മളിലും ചെറിയ സ്ലാബിലേക്കാണ് അവർ വന്നേക്കുന്നത് അല്ലെ. അവരുടെ സ്ലാബ് നോക്കുമ്പോൾ 15ന്റെ സ്ലാബിലാണ് വന്നേക്കുന്നത്. 15ന്റെ വരുമ്പോ അവർക്ക് 4% ആ താഴെയുള്ള വ്യക്തികൾക്ക് 4% വെച്ച് ആ താഴെയുള്ള വ്യക്തികൾക്ക് കൊടുത്തു. അപ്പൊ എത്ര കൊടുത്തു? 675 രൂപ. നമ്മൾ ഓരോ വ്യക്തികളാണെന്ന് ചിന്തിക്കാം. നമുക്ക് കിട്ടുന്നത് എത്രയാ? 725 രൂപ നെറ്റ് ഇൻകം കിട്ടി. അതോടൊപ്പം തന്നെ ഫ്രീ പ്രൊഡക്ട്സ് 833 രൂപ കിട്ടും. എങ്ങനെയാണ്? അത് 6 മാസം കഴിയുമ്പോഴാണ് 5000 രൂപയുടെ പ്രൊഡക്ട്സ് ആയിട്ട് കിട്ടണമെങ്കിൽ പോലും അത് നമ്മൾ ഇവിടെ വാല്യൂ ആയിട്ട് കാണണം. എത്രയാ? ഒരു മാസം 833 രൂപ. 5000 × 6 അല്ലെ. 830 രൂപ ടോട്ടൽ. ആ ഒരു മാസത്തെ ഇൻകം എത്ര? 1558.
നമ്മൾ ആദ്യത്തെ മാസം 5000 PV ചെയ്തു, എത്ര കിട്ടി? 100 രൂപ കിട്ടി. രണ്ടാമത്തെ മാസം 5000 PV ചെയ്തു, നമ്മളുടെ കൂടെ കുറച്ച് ഒരു വ്യക്തിയെ കൂടി ജോയിൻ ചെയ്യിപ്പിച്ചു, 350 രൂപ കിട്ടി. മൂന്നാമത്തെ മാസം നോക്കൂ എത്ര കിട്ടി? നമ്മൾ ജോയിൻ ചെയ്തു, നമ്മളുടെ കൂടെ ഒരു 3 പേരെ 5000 PV ചെയ്യുന്ന വ്യക്തികളെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നോക്കാം എത്രയായി? 1558. ഈ താഴെ വരുന്ന 15000 കാണിച്ചിട്ടുണ്ട്. 10000 കാണിച്ചേക്കുന്നത് നമ്മൾ 5000 ചെയ്യുന്നു, എല്ലാ വ്യക്തികളെ കൊണ്ടും 5000 ചെയ്യിപ്പിച്ച് തന്നെ 10000 എത്തണമെന്നില്ല. ഒരു ടീം വന്നാൽ മതി, നമ്മളുടെ കൂടെ വരുന്ന ടീമിൽ നിന്ന് 15000 PV ചെയ്താൽ മതി. നമ്മൾ 5000 PV മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം, എന്നാലാണ് ഒരു ബിഗിനർ എന്ന ലെവലിലേക്ക് എത്തുള്ളൂ. കഴിഞ്ഞ മാസം നമ്മുടെ ടീമിൽ ഒരുപാട് ബിഗിനർ അച്ചീവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം ബിഗിനേഴ്സ് അച്ചീവ് ചെയ്ത എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സും അഭിനന്ദനങ്ങൾ. തുടർന്നും പുതിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താനായിട്ടുള്ള ആശംസകൾ നേരുന്നു. നെക്സ്റ്റ് നോക്കാം, നമുക്ക് നെക്സ്റ്റ് ലെവലാണ് സ്റ്റാർട്ടർ എന്ന ലെവൽ. ഇപ്പൊ നമ്മൾ ബിഗിനർ കഴിഞ്ഞു, ബിഗിനർ കഴിഞ്ഞിട്ടുള്ള ലെവലാണ് സ്റ്റാർട്ടർ. സ്റ്റാർട്ടർ വരുമ്പോൾ വരുന്ന PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40000 PV ആണ് അല്ലെ? നമ്മൾ മനസ്സിലാക്കി കൂടുതൽ കാര്യങ്ങൾ പഠിച്ച ഓരോ വ്യക്തികൾ വരുമ്പോൾ അടുത്ത ആളുകൾ കൂടുതലായിട്ട് വരുന്നു, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളായിട്ട് കൂടുതൽ വരുന്നു. നമ്മൾ ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ടീമിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ടീം ക്രിയേഷൻ അനുസരിച്ച് പർച്ചേസ് വോളിയം ജനറേറ്റ് ആവുന്നു. അങ്ങനെ ജനറേറ്റ് ആകുമ്പോൾ 40000 PV കടന്നു വരുന്നു. 40000 PV കടന്നു വരുമ്പോ സുരേഷ് സാറേ ഒരു സെക്കൻഡ് കേട്ടോ, ആളുകളെ സാറൊന്ന് അഡ്മിറ്റ് ചെയ്യണോട്ടെ. ഞാൻ അഡ്മിറ്റ് ചെയ്യുമ്പോ ഞാൻ എന്റെ സ്ലൈഡ് മാറിപ്പോ. സുരേഷ് സാറേ ഞാൻ ചെയ്തോളാം സാറേ. ഓക്കെ ഞാൻ പെട്ടെന്ന് ഒരു ആള് കയറി വന്നു, ഞാൻ അഡ്മിറ്റ് ചെയ്തു, വീണ്ടും അത് റിട്ടേൺ ഇതിലേക്ക് പോയി. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു ലെവല് ഏകദേശം നമുക്ക് 40000 PV ആണ്. 40000 PV കിട്ടുന്ന പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 9.5%. 9.5% എന്ന് പറയുമ്പോൾ 3800 രൂപ. 3800 രൂപ ആ വ്യക്തി ടീമിന് കിട്ടുന്നു. അതിൽ നമ്മളുടെ താഴെയുള്ള വ്യക്തികൾ ചെയ്തേക്കണ എത്ര? 30000 PV. ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടർ ലെവലാണ്. സ്റ്റാർട്ടർ ലെവലിൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ സെൽഫ് ഐഡിയയിൽ 10000 PV ചെയ്തിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞത് 5000 PV ആണ് സെൽഫ് ചെയ്യണമെന്ന് പറഞ്ഞത്. സ്റ്റാർട്ടർ എന്നൊരു പൊസിഷനിലേക്ക് കമ്പനിയുടെ ലെവൽ എത്തണമെന്നുണ്ടെങ്കിൽ 10000 PV ഓരോ വ്യക്തികൾ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനം 40000 PV, അതിന്റെ 9.5% കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 3800. അതില് 30000 കൂടെ വന്ന വ്യക്തികളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു. അപ്പൊ അങ്ങനെ ടോട്ടൽ കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വ്യക്തിക്ക് കിട്ടുന്നത് 1700 രൂപ കിട്ടും. ഫ്രീ പ്രൊഡക്ഷൻ കൂടി കൂട്ടിയിട്ട് എത്ര കിട്ടും? 2533 രൂപ കിട്ടും. നോക്കാം നെക്സ്റ്റ് ലെവലാണ് ഓപ്പണർ ലെവല്. കമ്പനിയുടെ ഞാൻ പറഞ്ഞു മന്ത്ലി ബോണസും കൂടി കിട്ടുന്ന ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞു. മന്ത്ലി ബോണസ് കിട്ടുന്ന ഒരു ലെവലിലേക്ക് വരുമ്പോൾ ഓപ്പണർ ലെവലിലേക്ക് എത്തുമ്പോഴാണ് മന്ത്ലി ബോണസ് കിട്ടുന്നത്. മന്ത്ലി ബോണസ് കിട്ടുന്ന ആ ഒരു ലെവൽസിന്റെ അല്ലെങ്കിൽ ഓപ്പണർ ലെവലിന്റെ ഒരു പർച്ചേസ് വോളിയത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് എല്ലാവരും നോട്ട് ചെയ്യുക. അതായത് ഒരു ഓപ്പണർ ലെവൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ 5000 PV ചെയ്യുന്നു, നമ്മളുടെ കൂടെയുള്ള വ്യക്തികളെ കൊണ്ട് 55000 PV ചെയ്യിപ്പിക്കുന്നു. അതെങ്ങനെയാണ്? നമുക്ക് 2 കാറ്റഗറി ആയിട്ട് ചെയ്യാം. നമ്മൾ ജോയിൻ ചെയ്തു, 50000 PV നമ്മുടെ ടീമിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കമ്പനിയുടെ നമ്മളെ ആക്റ്റീവ് ലീഡർ പറയും നിങ്ങളൊരു മറ്റൊരു സൈഡ് ബി സൈഡ് എന്ന് പറയും. ബി സൈഡ് ചെയ്യാനുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നിങ്ങളുടെ ലീഡേഴ്സിന് പറയും. നിങ്ങൾ ആരാണോ കൊണ്ടുവന്നത് ആ ലീഡേഴ്സ് വ്യക്തമായിട്ട് പറയും. സുരേഷ് സാറ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ബി സൈഡ് എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബി സൈഡ് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് അടുത്ത ലീഡേഴ്സിന്റെ ചോദിക്കുക, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ സുരേഷ് സാറിനെ വിളിക്കുക. ഓക്കെ, അപ്പൊ ഒരു ബി സൈഡ് കൂടി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ 5000 PV ചെയ്യുന്നു, ഒരു എ സൈഡ് സ്റ്റാർട്ട് ആവുന്നു. എ സൈഡ് ഓൾറെഡി ഉണ്ട്, നമുക്ക് ബി സൈഡ് കൂടി സ്റ്റാർട്ട് ആവുമ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് 5000 PV സെൽഫ്, എ സൈഡ് 50000 PV, ബി സൈഡ് 15000 PV. അങ്ങനെ ടോട്ടൽ എത്രയായി? 70000 PV. ഇതേ ലെവലിൽ വന്നാലാണ് കമ്പനി അംഗീകരിക്കുന്ന അല്ലെങ്കിൽ മന്ത്ലി ബോണസ് ലഭിക്കുന്ന ഓപ്പണർ എന്നൊരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ ആ ഒരു ഓപ്പണർ ലെവലിൽ ആ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ എത്ര ഇൻകം കിട്ടുമെന്ന് നോക്കാം. ടോട്ടൽ PV 70000 PV, അതിന്റെ 12% 8400. എ ഗ്രൂപ്പിന് 50000 PV ചെയ്തിട്ടുണ്ട്, അതിന്റെ
9% 4750. ബി ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 15000 PV. അതിന്റെ 4% 675. നമ്മൾക്ക് കിട്ടുന്ന ഇൻകം എത്രയാണ്? 2975. 2975 എന്ന് പറയുന്നത് നെറ്റ് ഇൻകം ആണ്. അത് കൂടാതെ മന്ത്ലി ബോണസ് അതായത് മന്ത്ലി ബോണസ് സ്റ്റാർട്ട് ചെയ്യുന്ന ലെവലാണ് ഓപ്പണർ. അപ്പോ ആ ഒരു ഓപ്പണർ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ആണ് കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ. കമ്പനിയിൽ നമ്മൾ ഉൾപ്പെടെ എത്ര ആളുകൾ, എത്ര കോടി ജനങ്ങളുണ്ടോ അവര് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം കമ്പനി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു പെർസെന്റേജ് ആണ് നമുക്ക് മന്ത്ലി ബോണസ് ആയിട്ട് തരുന്നത്. അപ്പൊ അതിന് ഒരു പോയിന്റ് ആണ്. ഈ ഒരു പോയിന്റിന് 450 രൂപയാണ് നമുക്ക് ഓരോ മാസത്തെ ടേൺ ഓവർ അനുസരിച്ചാണ്. ഇപ്പൊ ഞാൻ ഈ ഒരു PPT റെഡിയാക്കിയപ്പോ ആ മാസം കിട്ടിയത് 450 ആണ്. ചില മാസം 500 ഉണ്ടാവും, ചില മാസം 650. കമ്പനിയുടെ ടേൺ ഓവർ അനുസരിച്ച് മന്ത്ലി ബോണസ് നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ 450 ആണെങ്കിൽ തന്നെ ഇവിടെ കാൽക്കുലേഷൻ കാണിച്ചേക്കുന്നത് മന്ത്ലി ബോണസ് 450, അതേ രീതിയിൽ തന്നെ ആനുവൽ ബോണസ് 450 കിട്ടും. അപ്പോ ഓപ്പണർ ലെവലിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് മന്ത്ലി ബോണസ് കിട്ടാനുള്ള അർഹനാണ്, ഇയർലി ബോണസ് കിട്ടാനുള്ള അർഹനാണ്. നോക്കാം എത്ര കിട്ടും. 4708 രൂപ നമുക്ക് കിട്ടും. 4728 രൂപ, 708 രൂപ നമുക്ക് ഒരു വരുമാനം കിട്ടുന്ന ഒരാളായിട്ട് മാറി ഓപ്പണർ ലെവലിൽ വന്നു കഴിഞ്ഞാല്. നമ്മൾക്ക് ഫസ്റ്റ് ശ്രദ്ധിക്കുക, ഫസ്റ്റ് 5000 PV ചെയ്തിട്ട് എത്ര കിട്ടി? 100 രൂപ കിട്ടിയെങ്കിൽ ഓപ്പണർ ലെവലിലേക്ക് എത്തുന്ന ഒരാളായിട്ട് മാറി കഴിയുമ്പോൾ 4708 രൂപ നമുക്ക് കിട്ടും. കൂടാതെ ആ ഒരു വ്യക്തി കൃത്യമായിട്ട് ഒരു ഓപ്പണർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത്, ഓപ്പണർ ലെവൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഒരു വർഷം കഴിയുമ്പോൾ എത്ര കിട്ടും? 5400 രൂപ ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ഈ 4708 കൂടാതെ എല്ലാ മാസവും 4708 കിട്ടും ആ വ്യക്തി ഓപ്പണർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ. കൂടാതെ 12 മാസം കഴിയുമ്പോൾ 5400 രൂപയും കൂടി കിട്ടും. ഓക്കെ, അപ്പൊ ഓപ്പണർ ലെവൽ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക. ഓപ്പണർ ലെവൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ PV 70000, സെൽഫ് ബി സൈഡും കൂടി 20000, അല്ലെങ്കിൽ സെൽഫ് ബി സൈഡ് തുടങ്ങാത്തവര് സെൽഫ് 20000 ചെയ്യാം. ടോട്ടൽ നമ്മുടെ എ സൈഡിൽ 50000 PV വരുത്തിക്കാം. ഓക്കെ, അപ്പൊ ഓപ്പണർ ലെവല് കുറച്ച് പേര് അച്ചീവ് ആയിട്ടുണ്ട് കഴിഞ്ഞ മാസം. ആ ഓപ്പണർ ലെവല് എത്തിയ എല്ലാവർക്കും നല്ലൊരു കൈയടി കൊടുക്കാം. അതോടൊപ്പം തന്നെ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഓപ്പൺ ആകാത്ത വ്യക്തികൾ എത്രയും പെട്ടെന്ന് ഓപ്പണർ ലെവലിലേക്ക് വന്ന് കമ്പനിയുടെ മന്ത്ലി ബോണസും ഇയർലി ബോണസും, അതോടൊപ്പം തന്നെ ഈ മാസം 2-ാം തീയതി സിയാലിൽ നടക്കുന്ന നമ്മളുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമില് ഈ ഓപ്പണർ ലെവൽ അച്ചീവേഴ്സിന് എല്ലാവർക്കും സെലിബ്രേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസമല്ല, നെക്സ്റ്റ് മാസം ഒക്ടോബർ 2-ന് നടക്കുന്ന സെലിബ്രേഷൻ ഉണ്ട്. അതുകൂടാതെ നമുക്ക് നടക്കുന്ന ചാലക്കുടിയിൽ നടക്കുന്ന പ്രോഗ്രാമില് ബിഗിനർ തുടങ്ങിയുള്ള എല്ലാ അച്ചീവേഴ്സിനും സെലിബ്രേഷൻ ഉണ്ട്. നോക്കാം, അടുത്തൊരു ലെവലാണ് ഓപ്പണർ കഴിഞ്ഞിട്ടുള്ള ലെവലാണ് ഈഗിൾ. ഇപ്പോ എ സൈഡ് എന്താണ്, ബി സൈഡ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. നമ്മൾ ചെയ്യുന്നത് ഈഗിള് 5000 PV, എ സൈഡിൽ എത്ര 85000, ബി സൈഡിൽ എത്ര 25000. അപ്പോ ഈഗിൾ എന്നൊരു ലെവലിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ട ടോട്ടൽ ടീമിൽ വരുന്നത് 1,15,000 PV ആണ് വരേണ്ടത്. അപ്പൊ അത്രയും PV വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് നോക്കാം. ടോട്ടൽ PV 1,15,000, അതിന്റെ PV ജനറേറ്റ് ചെയ്യുന്നത്, അതിന്റെ പെർസെന്റേജ് വരുന്നത് 14%. അപ്പോ എത്രയാണ്? 16,675. എ ഗ്രൂപ്പിൽ ചെയ്തേക്കണ എത്രയാ? നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എ ഗ്രൂപ്പിൽ 85,000, ബി ഗ്രൂപ്പിൽ 20,000. അപ്പൊ എ ഗ്രൂപ്പിൽ 80,000ന്റെ 12%, 10,200. ബി ഗ്രൂപ്പിൽ 20,000ന്റെ 7%, 1,750. ആ വ്യക്തിയുടെ, ഈഗിളായ വ്യക്തിയുടെ വരുമാനം എത്രയാണ്? 4,725. മന്ത്ലി ബോണസ് എത്രയാണ്? 900 ആയി മാറി അല്ലെ? കഴിഞ്ഞ മാസം ആ ഓപ്പണറിൽ എത്രയായിരുന്നു? 450 ആണെങ്കിൽ ഈഗിൾ എത്തുമ്പോ ഓപ്പണർ ഓരോ ലെവല് കൂടുന്ന അനുസരിച്ച് മന്ത്ലി ബോണസും കൂടിക്കൊണ്ടിരിക്കും. അതായത് ഒരു പോയിന്റ്, ഇപ്പൊ ഇവിടെ സാറെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്, രണ്ട് ബോണസ് എന്ന് കാണിച്ചിട്ടുണ്ട് അല്ലെ? ഫസ്റ്റ് ഈ ഓപ്പണർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബോണസ് ആണെങ്കിൽ ഈഗിളിനാണെങ്കിൽ 2 ബോണസ്. അങ്ങനെ ഓരോ ലെവൽ കൂടുന്ന അനുസരിച്ച് പോയിന്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നോക്കാം എത്രയാണ് ടോട്ടൽ കിട്ടുന്ന ഇൻകം. 7,358 രൂപ. ആ വ്യക്തിക്ക് മന്ത്ലി ഇയർലി കിട്ടുന്ന വരുമാനം എത്രയാണ്? 10,800 രൂപ എക്സ്ട്രാ കൂടി കിട്ടും. അതായത് ഇയർലി ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 900 × 12, 10,800 രൂപ. നെക്സ്റ്റ് ലെവൽ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ലെവല് റണ്ണർ ലെവല്. അപ്പൊ ഈഗിൾ ആയിട്ടുള്ള എല്ലാ വ്യക്തികളെയും നല്ലൊരു കൈയടി കൊടുക്കാൻ നമുക്ക് അടുത്ത ലെവലിലേക്ക് എത്താനായിട്ടുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. റണ്ണർ ലെവലിന്റെ പൊസിഷൻ എന്ന് വരുന്നത് 1,70,000 PV ടോട്ടൽ വരികയും സെൽഫും ബി സൈഡും കൂടി 40,000 PV കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ റണ്ണർ എന്നൊരു പൊസിഷനിലേക്ക് എത്താൻ സാധിക്കും.
റണ്ണർ എന്ന പൊസിഷനിലേക്ക് വരുമ്പോൾ പോയിന്റ് എത്രയായി? 3 പോയിന്റ് ആയി, അല്ലെങ്കിൽ 3 ബോണസ് ആയി നമുക്ക് ലഭിക്കാൻ പോണത്. നോക്കാം നമുക്ക് എത്രയാണ് അതിന്റെ കാൽക്കുലേഷൻ. 1,70,000-ന്റെ 17% എന്ന് പറയുമ്പോൾ 28,900 രൂപ ആ ടോട്ടൽ ടീമിന് കൊടുക്കും. അതിൽ എ സൈഡിൽ എത്ര വന്നിട്ടുണ്ട്? 1,30,000. അതിന്റെ 14% 18,850 രൂപ എ സൈഡിന് കൊടുക്കും. ബി സൈഡിന് 30,000-ന്റെ 7% 2,450 കൊടുത്തു. ആ ഒരു റണ്ണർ ആയിട്ടുള്ള വ്യക്തിക്ക് കിട്ടുന്ന എത്രയാണ്? 7,600 നെറ്റ് 7,600 രൂപ നെറ്റ് ഇൻകം കിട്ടും. കൂടാതെ മന്ത്ലി ബോണസ് 1,250 രൂപ മന്ത്ലി ബോണസ്, ആനുവൽ ബോണസ് 1,250 രൂപ, ഫ്രീ പ്രൊഡക്ട്സ് 833 രൂപ. ഒരു റണ്ണർ ലെവലിൽ എത്തിയ വ്യക്തിക്ക് കിട്ടുന്ന വരുമാനം 10,933. നമ്മളിവിടെ എത്ര ചെയ്ത്? 5,000 PV തന്നെയാണ് ചെയ്തത്. ആദ്യത്തെ മാസം 5,000 PV ചെയ്യുമ്പോൾ 100 രൂപയാണെങ്കിൽ ഇതൊരു റണ്ണർ പൊസിഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ 10,000 ആയിട്ട് മാറി. കൂടാതെ ഈ ഒരു റണ്ണർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പപ്പ് ചെയ്ത് 12 മാസം കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ തന്നെ നോക്കാം എത്ര രൂപ കിട്ടും? 1,250 ഇൻറ്റു 12, 15,000 രൂപ ഇയർലി ബോണസ് ആയിട്ട് കിട്ടും. ഇതാണ് റണ്ണർ എന്നൊരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന വരുമാനം. നോക്കാം നമുക്ക് അടുത്ത ലെവലിൽ വിന്നർ. വിന്നറിന് കിട്ടുന്ന നോക്കാം. നമ്മളിവിടെ 5,000 PV ചെയ്യുന്നു. നമ്മളുടെ എ സൈഡിൽ ബിസിനസ് കൂടി 2,10,000 ആയിട്ട് മാറി. ബി സൈഡിൽ 45,000 കൊണ്ടുവന്നു. അങ്ങനെ ടോട്ടൽ PV 2,60,000. അതിന്റെ 19% വന്നു അല്ലെ. ഓരോ ലെവൽ കൂടുന്ന അനുസരിച്ച് പെർസെന്റേജ് PVയുടെ പെർസെന്റേജ് ലെവൽ കൂടും. അതായത് 2,60,000-ന്റെ 19 എന്ന് പറയുമ്പോൾ 50,700 രൂപ ആ ഒരു ടോട്ടൽ ടീമിന് കൊടുക്കണം. അപ്പൊ എ ഗ്രൂപ്പിന് എത്ര കൊടുക്കണം? 2,10,000-ന്റെ കൊടുക്കുമ്പോൾ അതിന്റെ 17%ആയിട്ടുള്ള 35,700 രൂപ എ ടീമിനും ബി ടീമിന് 45,000-ന്റെ 9% 4,275. ആ വിന്നർ ആയിട്ടുള്ള വ്യക്തിക്ക് എത്ര കിട്ടും? 10,725 രൂപ വിന്നർ ആയിട്ടുള്ള വ്യക്തിക്ക് കിട്ടും. മന്ത്ലി ബോണസ് കൂടി എത്രയായി? 1,800 രൂപയായി മന്ത്ലി ബോണസ്. എത്ര ബോണസ് ആണ്? 4 ബോണസ്, അതായത് 4 പോയിന്റിലേക്ക് മാറി അല്ലെ. 1-ൽ നിന്ന് 4-ലേക്ക് എത്തി. വിന്നറിലേക്ക് എത്തുമ്പോൾ 4 പോയിന്റ് ആവും. അപ്പൊ 4 പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു മാസം കിട്ടുന്ന മന്ത്ലി ബോണസ് എന്ന് പറഞ്ഞാൽ 1,800, ഇയർലി ബോണസ് കിട്ടുന്ന 1,800, ഫ്രീ പ്രൊഡക്ട്സ് 833, ടോട്ടൽ എത്രയായി? 15,158 ആയി. ആനുവൽ ഇൻകം എത്രയായി? അതായത് മന്ത്ലി ബോണസ് ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാൽ 1,800 രൂപ നമുക്ക് ആ വർഷം കഴിയുമ്പോൾ കിട്ടും. അതായത് നമ്മൾ ഈ ഒരു വിന്നർ പൊസിഷൻ കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് പോകുകയാണെങ്കിൽ, അതായത് വിന്നറൊക്കെ എത്തിയ ആള് ഈ പൊസിഷൻ അല്ല, അടുത്ത ലെവലിലേക്കൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പൊ മിനിമം ആ വിന്നർ ലെവൽ പൊസിഷൻ തന്നെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് 1,800 ഇൻറ്റു 12 21,600 രൂപ എക്സ്ട്രാ കിട്ടും. അതായത് ഇയർലി ബോണസ് ആയിട്ട് കിട്ടും. അപ്പോ ഇതാണ് വിന്നർ പൊസിഷനിലേക്ക് വന്നാൽ കിട്ടുന്ന ഇൻകം. അപ്പോ നിങ്ങൾ ചിന്തിക്കുക, ഓരോ വ്യക്തികളും നമ്മൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഗവൺമെന്റ് ജോലി ചെയ്യുന്നവരുണ്ട്, പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരുണ്ട്, നമുക്ക് അവിടെ എന്തെങ്കിലും മന്ത്ലി ബോണസോ ഇയർലി ബോണസോ ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒരു ബോണസും കിട്ടാൻ വഴിയില്ല. കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു 1,500 രൂപ 2,000 രൂപയോളം കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷെ ആർസിഎമ്മിൽ ഒരു മാസം തന്നെ മന്ത്ലി ബോണസ് 1,800 രൂപയുണ്ട്. ഇയർലി ബോണസ് 21,600 രൂപ കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. നോക്കാം നമുക്ക് നെക്സ്റ്റ് ലെവല് വിന്നർ കഴിഞ്ഞിട്ടുള്ള ലെവല് നോക്കാം. സ്റ്റാർ എന്നൊരു പൊസിഷനാണ്. സ്റ്റാർ എന്ന ലെവലിൽ വരുമ്പോൾ കമ്പനി പറയുന്ന അടിസ്ഥാനത്തിൽ എത്ര PV വേണം? നമ്മൾ 5,000 PV ചെയ്യുന്നു. നമ്മുടെ എ സൈഡിൽ 2,80,000-ഉം ബി സൈഡിൽ 65,000-ഉം കൂട്ടി ടോട്ടൽ 3,00,000 വന്നിരിക്കണം. ബി സൈഡിലെ മിനിമം 70,000, അതായത് സെൽഫും ബി സൈഡും കൂടി മിനിമം 70,000 വന്നാൽ മാത്രമേ നമ്മൾ സ്റ്റാർ പൊസിഷനിലേക്ക് വരത്തുള്ളൂ. എ സൈഡിൽ 2,80,000 വരുത്തിയിരിക്കണം. അപ്പോ അങ്ങനെ വരുമ്പോ ഒരു സ്റ്റാർ എന്നൊരു ലെവലിലേക്ക് വരും. ഞാൻ പറയുന്നു, സ്റ്റാർ ഇന്ന് പുതിയതായിട്ട് വന്നതും ഒരു സ്റ്റാർ ലെവലെത്താത്ത വ്യക്തികൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ലെവലാണ് ഈ പറയുന്ന സ്റ്റാർ എന്നൊരു ലെവല്. ഈ ലെവൽ ഫോക്കസ് ചെയ്തിട്ട് മാക്സിമം വർക്ക് ചെയ്യുക. അങ്ങനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് മന്ത്ലി കിട്ടുന്ന ഇൻകം 21,558 രൂപയാണ് കിട്ടുന്നത്. 21,508 രൂപ ഒരു സ്റ്റാർ പൊസിഷനിലേക്ക് വന്ന ഒരു വ്യക്തിക്ക് കിട്ടും. ഓക്കെ, സ്റ്റാർ എന്നൊരു ലെവൽ എന്ന് പറഞ്ഞാൽ കമ്പനി അംഗീകരിക്കുന്ന ലെവലാണ്. നമുക്ക് അവിടെ തുടങ്ങി നമുക്ക് ഇവിടെ കുത്തുന്ന പിന്നൊക്കെ കിട്ടും അല്ലെ. എല്ലാ ലീഡേഴ്സും പിന്നൊക്കെ കുത്താറുണ്ട് അല്ലെ. നമ്മുടെ ടീമിലുള്ള സുരേഷ് സാറ്, ഷാജി സാറ്, ആ ഒരു പൊസിഷനിൽ എത്തിയ എല്ലാ വ്യക്തികൾക്കും
കിട്ടും. അപ്പോ എല്ലാവരും മാക്സിമം സ്റ്റാർ ആവാത്ത വ്യക്തികൾ എത്രയും പെട്ടെന്ന് സ്റ്റാർ ആവുക. അപ്പൊ ആനുവൽ ബോണസ് എത്രയാണ്? 2250 മന്ത്ലി ബോണസ് ആയി മാറി അല്ലെ? അതോടൊപ്പം തന്നെ ആനുവൽ ബോണസും 2250 അപ്പൊ ആനുവൽ ബോണസ് സ്റ്റാർ പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സ്റ്റാർ പൊസിഷൻ തന്നെ 12 മാസം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 27,000 രൂപ മന്ത്ലി ബോണസ് ആയിട്ട് കിട്ടും. അപ്പോ സ്റ്റാർ വരെയുള്ള പൊസിഷനാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞിട്ടുള്ള പൊസിഷൻ അതിലും ഇമ്പോർട്ടൻസ് ആണ്. നോക്കാം നെക്സ്റ്റ് ലെവൽ ഏതാന്ന് നോക്കാം. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് റോയൽറ്റി ആണ്. റോയൽറ്റി എന്ന ലെവൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, സാധാരണ രീതിയിൽ റോയൽറ്റി വരുമാനമൊക്കെ വാങ്ങിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് പാട്ടുകാരും സയന്റിസ്റ്റുകളൊക്കെയാണ് റോയൽറ്റി വാങ്ങിക്കുന്നത്. ഇപ്പൊ ആർസിമിൽ വന്ന ഒരു റോയൽറ്റി, ഒരു ഗോൾഡ് ലെവലിലേക്ക് വന്ന വ്യക്തിക്ക് എല്ലാ വ്യക്തികൾക്കും റോയൽറ്റി കിട്ടും. അപ്പൊ ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തികൾക്കും റോയൽറ്റി മേടിക്കാനുള്ള ഒരു അവസരം ആർസിമിലൂടെ ഉണ്ട്. നോക്കാം നമുക്ക് റോയൽറ്റിയിലൂടെ എങ്ങനെയാണ് വരുമാനം ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. ടോട്ടൽ PV 4,60,50,000 PV ജനറേറ്റ് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് എത്രയാണ്? 5,000 PV. നമ്മുടെ സൈഡിൽ ചെയ്യേണ്ടത് മിനിമം 3.5 ലക്ഷം. ആ 3.5 ലക്ഷത്തില് ഒരു കോംപ്രമൈസും ഇല്ല, കുറയാൻ പാടില്ല. ഒരു PV പോലും കുറയാൻ പാടില്ല. സൈഡിൽ 3.5 ലക്ഷവും ബി സൈഡിൽ വരുന്നത് സെൽഫ് 5,000വും മിനിമം സെൽഫ് 5,000വും ബി സൈഡ് 1,15,000 PV വന്നാല് ഒരു ഗോൾഡ് എന്നൊരു പൊസിഷനിലേക്ക് വരും, റോയൽറ്റി പൊസിഷനിലേക്ക് വരും. അതിന്റെ കാൽക്കുലേഷൻ എത്രയാണെന്ന് നോക്കാം. ടോട്ടൽ PVയുടെ 4,60,000ന്റെ 22% 1,02,300 രൂപ ആ ഒരു റോയൽറ്റി വന്ന ടീമിന് എല്ലാവർക്കും കമ്പനി കൊടുക്കും. അതിൽ സൈഡിൽ കൊടുക്കുന്ന 3.5 ലക്ഷത്തിന്റെ 22% 77,000 രൂപ. ബി സൈഡിൽ 1,10,000 PV വന്നിട്ട് അതിന്റെ 12% 13,200 രൂപ. ഇൻസെന്റീവ് എത്രയാണ്? ഇൻസെന്റീവ് വരുന്നത് 12,100. ഇൻസെന്റീവ് നമുക്ക് 12,100 കിട്ടും. കൂടാതെ നമുക്ക് കിട്ടുന്നത് റോയൽറ്റി എത്ര കിട്ടും? 3%. അതായത് സൈഡിന്റെ, അതായത് 3.5 ലക്ഷം PVയുടെ 3% കിട്ടും. അതായത് 10,500. അപ്പൊ നെറ്റ് ഇൻകം എത്രയായി? 22,600 രൂപ നെറ്റ് ഇൻകം. കൂടാതെ മന്ത്ലി ബോണസ് എത്ര കിട്ടും? കൂടി അല്ലെ? മന്ത്ലി ബോണസ് എത്രയായി? 10ാമത്തെ പോയിന്റിലേക്ക് വന്നു, 10ാമത്തെ ബോണസ് പോയിന്റിലേക്ക് വന്നു. അപ്പൊ എത്രയായി? 5,550 ആയിട്ട് മാറി. ആദ്യം 450 ഓപ്പണർ ലെവലിൽ 450ൽ നിന്ന് 10ാമത്തെ ലെവൽ എത്തുമ്പോ, 10ാമത്തെ ബോണസിലേക്ക് എത്തുമ്പോ എത്ര കിട്ടി? 5,550 ആയി. മന്ത്ലി ബോണസ് 5,550. അതേ രീതിയിൽ തന്നെ ആനുവൽ ബോണസും 5,550. ഇവിടെ ഫ്രീ പ്രൊഡക്ട്സ് ആയിട്ടും 833. നമ്മൾ 5,000 PV ചെയ്യുന്നതുകൊണ്ട് 833 ഫ്രീ പ്രൊഡക്ട്സിന്റെ വാല്യൂ ഉണ്ട് നമുക്ക്. അത് അങ്ങനെ ടോട്ടൽ കൂട്ടുമ്പോ 34,533 രൂപ മേടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. ആര്? ഒരു റോയൽറ്റി ഗോൾഡ് ലെവലിൽ എത്തിയ ഒരു വ്യക്തി. നോക്കാം നമുക്ക് ആ വ്യക്തിക്ക് ആ ഒരു റോയൽറ്റി ലെവല് കറക്റ്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോ, 12 മാസം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോ 5,550 ഇൻറ്റു 12 എത്രയായി? 66,000 രൂപ ഇയർലി ബോണസ് കിട്ടും. ഹലോ, നിങ്ങൾ ശ്രദ്ധിക്കണം. എത്ര രൂപ ഇന്ന് ജോലി ചെയ്യുന്ന, ഗവൺമെന്റ് ജോലി ചെയ്യുന്ന, സാധാരണ ഏത് ജോലി ചെയ്ത് കഴിയുമ്പോ ഇയർലി ബോണസ് 66,000 രൂപ കിട്ടും? കിട്ടില്ല. ഒരു മിനിമം ഞാൻ നേരത്തെ പറഞ്ഞു 2,500 3,000 രൂപയോളം ഇയർലി ബോണസ് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ്? ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ ആർസിമിനെ ഏറ്റെടുക്കുക. ആർസിമിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പ്രയോറിറ്റി ആർസിമിനും കൂടി കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന ജോലി കഴിഞ്ഞിട്ട് കിട്ടുന്ന ഫുൾ ടൈം ജോലി ഉള്ളവര്, ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവര് ആർസിഎമ്മിനും കൂടി പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നാളെ ആ ജോലിയിൽ നിന്ന്, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ലെങ്കിൽ പോലും ആർസിഎമ്മിൽ ഒരു വരുമാനം കിട്ടാനുള്ള ഒരു സ്രോതസ് ഉണ്ട്. നോക്കാം നമുക്ക് അടുത്ത ലെവല് റോയൽറ്റി സ്റ്റാർ ഗോൾഡ് ആണ്. സ്റ്റാർ ഗോൾഡിന് എത്ര കിട്ടും നോക്കാം. ഇവിടെ നമ്മൾ ചെയ്ത് എത്രയാണ്? 5,000 PV. സെൽഫ് ഐഡിയിൽ 5,000 PV. സൈഡിൽ 3.5 ലക്ഷം PV. ബി സൈഡിൽ സെൽഫും ബി സൈഡും കൂടി 1,70,70,000 PV. നോക്കാം ഇതിന്റെ കാൽക്കുലേഷൻ. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ എത്താനുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പൊസിഷൻ എത്തുമ്പോ, അല്ലെങ്കിൽ നമ്മൾ ഓരോ വ്യക്തികൾക്ക് ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോ ആളുകൾ ചോദിക്കും റോയൽറ്റി ഏതാണ്, റോയൽറ്റി എത്രയുണ്ട്, റോയൽറ്റിയിൽ ഏതൊക്കെ കിട്ടും എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ആരാണോ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നോ അവരുടെ കൂടെ ആളുകൾ ഉണ്ടാവും. അവരുടെ കൂടെ അസോസിയേറ്റ് ആളുകൾ ചെയ്യപ്പെടും. നോക്കാം റോയൽറ്റി ലെവൽ സ്റ്റാർ ഗോൾഡിൽ വരുമ്പോൾ ടോട്ടൽ 52,000 PV, 5,20,000 PV ടോട്ടൽ വരികയും അതിന്റെ 22% 1,14,400 രൂപ അല്ലെ, 1,14,400 രൂപ
ഒരു റോയൽറ്റി, സ്റ്റാർ ഗോൾഡ് തുടങ്ങിയുള്ള എല്ലാ ലീഡേഴ്സിനും കമ്പനി ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു റോയൽറ്റി ഗോൾഡ് എത്തിയ ആ വ്യക്തി കിട്ടുന്ന എത്രയാണ്? 42,268 രൂപ വ്യക്തിക്ക് കിട്ടും. ഹലോ, ശ്രദ്ധിക്കുക. വരുമാനം കൂടുന്നു, നമ്മളുടെ സന്തോഷം കൂടുന്നു, നമ്മളുടെ എല്ലാ രീതിയിലുള്ള ജീവിതത്തിലുള്ള ലൈഫിലുള്ള മാറ്റം കൂടുന്നു, നമ്മുടെ സംസാരം എനർജി ആവുന്നു. നമുക്ക് സന്തോഷം കൂടുമ്പോൾ സംസാരം എനർജി ആവുന്നു. നെഗറ്റീവ് ഇല്ല, നമ്മുടെ ലൈഫ് വളരെ ഹാപ്പിനെസ് ആയിട്ട് മാറും. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? നമ്മൾക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. സന്തോഷം കിട്ടുന്നത് എന്ത് വേണം? വരുമാനം വേണം. വരുമാനം കിട്ടാനുള്ള ഏക മാർഗം നിങ്ങൾ ചിന്തിക്കുക, ആർസിമിലൂടെ കിട്ടിയിരിക്കും. അതിൽ ഒത്തിരി പേര് നമുക്ക് ഉദാഹരണങ്ങളുണ്ട്. നോക്കാം നമുക്ക്. അതായത് 42,268 രൂപയാണ് ഒരു റോയൽറ്റി സ്റ്റാർ ഗോൾഡ് ലെവലിലേക്ക് കിട്ടുന്ന വ്യക്തിക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എത്ര ആനുവൽ ബോണസ് കിട്ടി? ആനുവൽ ബോണസ് കൂടി അല്ലെ? 11ാമത്തെ ലെവലിലാക്കി. 11ാമത്തെ ബോണസ് പോയിന്റ് എന്ന് പറയുമ്പോ എത്രയായി? 6,105 രൂപ ഒരു മാസം കിട്ടുമെങ്കിൽ അതിന്റെ ആനുവൽ ബോണസ് കിട്ടുന്നത് 6,105 ഇൻറ്റു 12 73,260 രൂപയായി ഇയർലി ബോണസ്. അപ്പോ സ്റ്റാർ ഗോൾഡ് എന്നൊരു ലെവലിലേക്ക് കിട്ടുമ്പോൾ ഏകദേശം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എത്ര രൂപ കിട്ടും? നിങ്ങളൊന്ന് കാൽക്കുലേഷൻ ചെയ്യുക. അതായത് സ്റ്റാർ ഗോൾഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 42,268 ഇൻറ്റു, നിങ്ങൾ നോട്ട് ചെയ്യുക, 42,268 ഇൻറ്റു 12 പ്ലസ് 73,260 ഒരു വർഷം കിട്ടുന്ന വരുമാനമായിരിക്കും. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്തിട്ട് ഇത് ഇത്രയും കിട്ടണമെന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കിട്ടുന്നില്ലെങ്കിൽ പ്രയോറിറ്റി ആർസിമിന് കൊടുക്കാം. JRCM. നെക്സ്റ്റ് ലെവലിലേക്ക് നോക്കാം നമുക്ക്. പ്ലാറ്റിനം. പ്ലാറ്റിനം അതായത് നമുക്ക് റോയൽറ്റിയിൽ 4 റോയൽറ്റിയാണ്. ഒന്ന് ഞാൻ പറഞ്ഞു റോയൽറ്റി ഗോൾഡ്, 2 റോയൽറ്റി സ്റ്റാർ ഗോൾഡ്, 3 റോയൽറ്റി പ്ലാറ്റിനം, 4 റോയൽറ്റി സ്റ്റാർ പ്ലാറ്റിനം. ഈ 4 ലെവൽസിലാണ് റോയൽറ്റി വരുന്നത്. നോക്കാം നമുക്ക് പ്ലാറ്റിനം എന്നൊരു ലെവലിലേക്ക് എത്തുമ്പോൾ എത്ര രൂപ വരുമാനം വന്നതെന്ന്. പ്ലാറ്റിനം എന്ന് പറയുമ്പോൾ സെൽഫ് ഐഡിയിൽ 5,000 PV ചെയ്തു. എ സൈഡിൽ 3.5 ലക്ഷം PV കൊണ്ടുവന്നു. ബി സൈഡിൽ 2,50,000 PV കൊണ്ടുവന്നു. അങ്ങനെ ടോട്ടല് 6,10,000 PV അല്ലെ? 6,10,000 PV വന്നു കഴിയുമ്പോ അതിന്റെ 22% എത്രയാണ്? 1,34,200 രൂപ ആ ടീമിന് കമ്പനി കൊടുക്കുന്നു. അതിൽ എ സൈഡിൽ എത്ര കൊടുക്കുന്നു? 77,000 രൂപ. ബി സൈഡിൽ എത്ര കൊടുക്കുന്നു? 43,350 രൂപ. നമുക്ക് കിട്ടുന്ന ഇൻസെന്റീവ് എത്രയാണ്? 13,850. കൂടാതെ എ സൈഡിലെ റോയൽറ്റി കിട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എ സൈഡിൽ നിന്നാണ്. അപ്പൊ 2 സൈഡിന് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട എ സൈഡിനാണ്. റോയൽറ്റിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന നമ്മുടെ വലിയ സൈഡിൽ നിന്നാണ്. അപ്പോ റോയൽറ്റി എത്രയായി? റോയൽറ്റി കിട്ടുന്നത് 6%. 3.5 ലക്ഷത്തിന്റെ 6% എന്ന് പറയുന്നത് 21,000 രൂപയാണ്. അപ്പൊ നെറ്റ് ഇൻകം എത്രയായി? 34,800. മന്ത്ലി ബോണസ് എത്രയായി? 6,660. 12ാമത്തെ പോയിന്റിലേക്ക് എത്തും അല്ലെ? 12ാമത്തെ ബോണസ് പോയിന്റിലേക്ക് എത്തും. അങ്ങനെ 6,660 പ്ലസ് ആനുവൽ ബോണസ് 6,660, ഫ്രീ പ്രൊഡക്ട്സ് 833, ടോട്ടൽ എത്രയായി? 48,553 രൂപ കിട്ടുന്ന ഒരാളായിട്ട് മാറി. ഏത് ലെവലെത്തുമ്പോ? റോയൽറ്റി പ്ലാറ്റിനം എന്നൊരു ലെവലെത്തുമ്പോ. ഈ ഒരു വരുമാനം കിട്ടാനായിട്ട് നമുക്ക് എന്തെങ്കിലും യോഗ്യത കമ്പനി പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും ഗ്രാജുവേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും ഏജ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആർസിഎമ്മിനെ മനസ്സിലാക്കുക, ആർസിഎം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ മറ്റുള്ളവരെ കൊണ്ട് ഉപയോഗിപ്പിക്കുക. അവരെ നമ്മുടെ ടീമിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ വ്യക്തിക്ക് കിട്ടുന്ന എത്രയും ആനുവൽ ബോണസ് എത്രയും? 6,660 ഇൻറ്റു 12 79,920 രൂപ. പ്ലാറ്റിനം എന്നൊരു ലെവലില് 12 മാസം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് റോയൽറ്റി ആനുവൽ ബോണസ് ആയിട്ട് കിട്ടും. അപ്പോ നിങ്ങൾ ചിന്തിക്കുക, വരുമാനം കൂടുന്ന അനുസരിച്ച് നമ്മളുടെ ലൈഫിലുള്ള മാറ്റങ്ങൾ വരും അല്ലെ? നോക്കാം നമുക്ക്. നെക്സ്റ്റ് ലെവലിലേക്ക് വരുന്നത് റോയൽറ്റി സ്റ്റാർ പ്ലാറ്റിനം ആണ്. റോയൽറ്റി സ്റ്റാർ പ്ലാറ്റിനം എന്നൊരു ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ എത്ര ചെയ്തു? 5,000 PV ചെയ്തു. ഇവിടെ എ സൈഡ് എത്ര വന്നു? 3.5 ലക്ഷം PV. ബി സൈഡ് എത്ര വന്നു? മിനിമം 3.5 ലക്ഷം. സെൽഫ് ബി സൈഡും കൂടി 3.5 ലക്ഷം. അപ്പോ ആ വ്യക്തിക്ക് കിട്ടുന്നത് അവരുടെ ടോട്ടൽ PV വന്നേക്കുന്നത് 7 ലക്ഷം PV ആണ്. 7 ലക്ഷത്തിന്റെ 22% കമ്പനി കാൽക്കുലേറ്റ് ചെയ്യും. അതിൽ 1,54,000 ടോട്ടൽ വന്നേക്കുന്നത്. 3.5 ലക്ഷത്തിന്റെ 22,000 77,000 രൂപ. ബി സൈഡിന്റെ 3,50,000 19%. 6,750
അല്ല 67,275 രൂപ ബി സൈഡിന് കൊടുത്തു. നമുക്ക് കിട്ടുന്ന ഇൻസെന്റീവ് എത്രയായി? 9,725. ഇവിടെ ലെവല് കൂടുമ്പോ ഇൻസെന്റീവ് കുറയും നമുക്ക് അല്ലെ. ലെവല് കൂടുമ്പോ ഇൻസെന്റീവ് കുറയും, പക്ഷെ നമ്മുടെ റോയൽറ്റി കൂടിക്കൊണ്ടിരിക്കും. റോയൽറ്റി എത്ര ശതമാനമാണ്? 8% റോയൽറ്റി കിട്ടുന്നത്. ഒരു സ്റ്റാർ പ്ലാറ്റിനം ആയ ഒരു വ്യക്തിക്ക്, ആ വ്യക്തിക്ക് കിട്ടുന്നത് 8% റോയൽറ്റി കിട്ടും. അതായത് റോയൽറ്റി കിട്ടുന്ന ഏത് സൈഡിൽ നിന്നാണ്? ഏറ്റവും വലിയ സൈഡിൽ നിന്ന്, അതായത് എ സൈഡിൽ നിന്ന്. ഇപ്പോ 3.5 ലക്ഷത്തിന്റെ റോയൽറ്റി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് 28,000 രൂപയാണെങ്കിൽ ഈ 3.5 ലക്ഷം രൂപ, 3.5 ലക്ഷം പി വിക്ക് പകരം അതേ സ്ഥാനത്ത് ഒരു 10 ലക്ഷം പി വി ആണ് നമ്മളുടെ എ സൈഡിൽ വന്നതെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ആ 10 ലക്ഷത്തിന്റെ 8% എത്രയായി? 80,000 രൂപയായി. 28,000ത്തിന് പകരം 80,000 രൂപ കിട്ടും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും നമ്മളുടെ രണ്ട് സൈഡിന് പ്രയോറിറ്റി കൊടുക്കുക. എ സൈഡിന് പ്രയോറിറ്റി കൊടുക്കുക. വലിയൊരു എ സൈഡ് ആയതിനു ശേഷം നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് നമ്മൾ വരുന്ന ആളുകളെ നമുക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാനും അവരെ ജോയിൻ ചെയ്യിപ്പിക്കാനും അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കപ്പാസിറ്റി ആയി കഴിയുമ്പോൾ നമ്മൾ ഒരു ബി സൈഡിലേക്ക് മാറുക. ബി സൈഡ് ഓൾറെഡി നിങ്ങളെ കൊണ്ടുവന്ന ലീഡർ ആരാണോ ആ വ്യക്തി കൃത്യമായിട്ട് പറഞ്ഞു തരും. അങ്ങനെ ബി സൈഡിലേക്ക് വരുമ്പോൾ നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ സാധിക്കും. റോയൽറ്റി സ്റ്റാർ പ്ലാറ്റിനം 1 എന്നൊരു ലെവലാണ്. എത്ര കിട്ടി? 1.5 ലക്ഷം രൂപയോളം വരുമാനം കിട്ടി അല്ലെ. നമ്മൾ എന്താണ് ചെയ്തത്? 5,000 പി വി ചെയ്തു. ഫസ്റ്റ് 5,000 പി വി ചെയ്തപ്പോ എത്ര കിട്ടി? 100 രൂപ കിട്ടി. സ്റ്റാർ പ്ലാറ്റിനം എന്നൊരു ലെവലിലേക്ക് എത്തുമ്പോഴും 5,000 പി വി ചെയ്യുന്നത് എത്ര രൂപ കിട്ടി? 52,988 രൂപ ടോട്ടൽ ഇൻകവും. ആ സ്റ്റാർ പ്ലാറ്റിനം എന്നൊരു വ്യക്തി 12 മാസം അതേ രീതിയിൽ തന്നെ വ്യക്തിയായിട്ട് മാറി തുടർന്ന് കൊണ്ടുപോയി കഴിഞ്ഞാല് 86,580 രൂപയോളം ആ വ്യക്തിക്ക് ആനുവൽ ബോണസും കിട്ടും. ഹലോ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആനുവൽ ബോണസ് ഒക്കെ, മന്ത്ലി ബോണസ്, ഇപ്പൊ ഓണമൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ആർസിബിൽ അല്ലാതെ കിട്ടുന്ന ഒരു ബോണസ് ശ്രദ്ധിക്കുക. എനിക്ക് കഴിഞ്ഞ മാസം കിട്ടിയതും ആനുവൽ ബോണസ് കിട്ടിയത് ഏകദേശം 80,000 രൂപയോളം കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, 80,000 രൂപയോളം എനിക്ക് ആനുവൽ ബോണസ് കിട്ടി. അപ്പോ ആനുവൽ ബോണസും മന്ത്ലി ബോണസും മേടിക്കാനുള്ള ഒരു അവസരം നമുക്ക് ആർസിബിൽ ഉണ്ട്. ഇതാണ് റോയൽറ്റി സ്റ്റാർ പ്ലാറ്റിനം എന്ന ലെവലിൽ. ഞാൻ വളരെ സ്ലോ ആയിട്ട് പറയുന്നുള്ളൂ, കാരണം 27 പേരും ആർസിബിൽ വിജയിക്കാൻ വന്ന ആളുകളാണ്. ഞാൻ പറയുന്നു, ഒരൊറ്റൊരാളും ഈ ഒരു പ്രോഗ്രാം കഴിയാതെ പോകരുത്. നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. നമ്മൾ എത്രമാത്രം എന്താ പറയാ എനർജിയോടുകൂടി പറയുന്നു, എത്രമാത്രം കോൺഫിഡൻസോടുകൂടി ഒരാളിനോട് പറയുന്നു, അത്രമാത്രം ആളുകൾ നമ്മളിലേക്ക് വരും. നമ്മൾ ഒരു തളർന്ന മട്ടനാണോ, ഒരു തണുപ്പൻ മട്ടനാണോ, ഒന്നും അറിയാത്ത ഒരാളാണോ, നിങ്ങൾ അറിയുന്ന ആളുകളുടെ കൂടെ പോകും. ഈ 27 മെമ്പേഴ്സും കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ആഗ്രഹമുള്ള മെമ്പേഴ്സ് ആണ്, ജീവിതത്തിൽ വിജയിക്കാനുള്ള ആളുകളാണ്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് പഠിക്കുക. ഇതിന് പഠിക്കാനായിട്ട് വിദ്യാഭ്യാസം വേണോ? വേണ്ട. സാമാന്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് മാത്രം മതി. എന്താണോ ലീഡർമാർ പറയുന്നത് കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. അപ്പോ റോയൽറ്റി സ്റ്റാർ പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ മിനിമം 1.5 ലക്ഷം രൂപ പ്ലാൻ ചെയ്യുക. നിങ്ങൾ ഒരു 1.5 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരുന്നത് പ്ലാൻ ചെയ്യുക. അതിനെ ഇമാജിൻ ചെയ്യുക, ഡ്രീം ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാൻ ആർസിബിൽ വന്നപ്പോ ആർസിബില് എനിക്കൊരു 1.5 ലക്ഷം രൂപ വാങ്ങിക്കണമെന്ന് ഒരു സ്വപ്നം കണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ തുടക്കത്തിൽ നമുക്ക് ഒരിക്കലും ആ ഒരു സ്വപ്നം പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു ലെവലുകൾ മാറി, ഓപ്പണർ വന്നു, അങ്ങനെ ഓരോ ലെവലുകൾ എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും, ഇതിൽ ആർസിബിൽ വരുമാനം കിട്ടുന്ന ഒരു കിട്ടുന്നുണ്ട് കേട്ടോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ആവും. നമ്മൾ സ്വപ്നം കണ്ടു തുടങ്ങുക, എന്റെ അക്കൗണ്ടിൽ 1.5 ലക്ഷം വന്നു. അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടപ്പോൾ എനിക്ക് ഇന്ന് എന്റെ അക്കൗണ്ടിലേക്ക് വന്ന ഏറ്റവും ഹയസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ 1,42,000 രൂപ വരെ എന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ സ്വപ്നം കണ്ടപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ സ്റ്റാർ പ്ലാറ്റിനം എന്ന ലെവൽ കഴിഞ്ഞു. ഈ ഒരു സ്റ്റാർ പ്ലാറ്റിനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. സ്റ്റാർ പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ കമ്പനി നമ്മളെ ഒന്ന് പരീക്ഷിക്കുന്ന ഒരു ലെവൽ കൂടിയാണ്. അടുത്തൊരു ലെവൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് പരീക്ഷിക്കും. ഈ സ്റ്റാർ പ്ലാറ്റിനം ലെവല് 3 മാസം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. 3 മാസം സ്റ്റാർ പ്ലാറ്റിനം ലെവല് മെയിൻറ്റെയിൻ ചെയ്യണം. അത് 1 മാസം അല്ല, 1, 2, 3 3 മാസം കൃത്യമായിട്ട് സ്റ്റാർ പ്ലാറ്റിനം ലെവൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നെക്സ്റ്റ് ലെവലിലുള്ള ടെക്നിക്കൽ പേൾ ലെവലിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളെ പരീക്ഷിക്കുന്ന ഒരു ലെവലാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ആക്റ്റീവായിട്ട് നന്ന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് ആണെങ്കിൽ ഒരു പരീക്ഷണമില്ല, കൃത്യമായിട്ട് നമുക്ക് കറക്റ്റ് പേളിലേക്ക് എത്താൻ സാധിക്കും. അതായത് 3 മാസം മെയിൻറ്റെയിൻ ചെയ്യുക, 3 ലക്ഷം സ്റ്റാർ പ്ലാറ്റിനം മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് ലെവലിലേക്ക് വരുന്നതാണ് പേൾ എന്നൊരു ലെവല്. പേൾ എന്നൊരു ലെവലിലേക്ക് എത്തുമ്പോൾ എത്ര രൂപ ഇൻകം കിട്ടും?
നോക്കാം നമുക്ക്. നമ്മുടെ എ സൈഡിൽ 5 ലക്ഷം പി വിയും ബി സൈഡിൽ 5 ലക്ഷം പി വിയും വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം മിനിമം 50,000 മിനിമം ഇൻകം ഉണ്ടാവും. അത് കൂടാതെ നമുക്ക് മന്ത്ലി ബോണസും ഇയർലി ബോണസും ഏകദേശം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ്. ആനുവൽ ബോണസും കൂടി കൂട്ടുമ്പോൾ ഏകദേശം ഒരു 1,13,448 രൂപയോളം നമുക്ക് ഈ ഒരു പേൾ എന്നൊരു ലെവലിലുള്ള ഒരാൾക്ക് കിട്ടും. ആനുവൽ ബോണസും മന്ത്ലി ബോണസും കൂടി ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ഓക്കെ. അപ്പൊ 5 ലക്ഷം എ സൈഡും 5 ലക്ഷം ബി സൈഡും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോ വ്യക്തികൾക്കും ഫസ്റ്റ് ആയിട്ട് വരുന്ന വ്യക്തികൾക്ക് എങ്ങനെ പേളാവും, 5 ലക്ഷം ബി സൈഡ് 5 ലക്ഷം എങ്ങനെ കൊണ്ടുവരും? സുഹൃത്തുക്കളെ, ഞാനും അങ്ങനെ ചിന്തിച്ചൊരു വ്യക്തിയാണ്. ഞാൻ എങ്ങനെ കൊണ്ടുവരും എന്ന് ഞാൻ ചിന്തിച്ച വ്യക്തിയാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാനൊരു പേൾ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. ചുരുങ്ങിയത് ഒരു 4 വർഷം 4.5 വർഷം കൊണ്ട് ഒരു പേൾ ലെവലിലേക്ക് എത്താൻ സാധിച്ചു. അതായത് എനിക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം ഒരു 50,000-ൽ പരം വരുമാനം എല്ലാ മാസവും കിട്ടുന്നുണ്ട്. ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ RC. എത്ര മനോഹരമായിട്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാമോ? വളരെ സന്തോഷത്തോടുകൂടി, വളരെ കോൺഫിഡൻസോടുകൂടി, ആരുടെ മുന്നിൽ നെഞ്ചു വിരിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. കാരണം എന്താണ്? നമ്മൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ, സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആളുകൾ അംഗീകരിക്കുള്ളൂ. അതായത് നമ്മളുടെ വീട്ടുകാർ പോലും, എസ്പെഷ്യലി നമ്മളുടെ സ്വന്തം റിലേറ്റീവ്സ് പോലും വരുമാനം ഉണ്ടെങ്കിൽ അംഗീകരിക്കുള്ളൂ, അല്ലെ? അപ്പൊ അവര് അംഗീകരിക്കുമെങ്കിൽ പിന്നെ നാട്ടുകാരും പറയണോ വരുമാനം ഇല്ലെങ്കിൽ? നാട്ടുകാരും വരുമാനം ഉണ്ടെങ്കിൽ അംഗീകരിക്കുള്ളൂ. അപ്പൊ ഏതൊരു പ്രസ്ഥാനത്തിലും നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ, ഏതൊരു കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ വരുമാനം കൂടിയേ പറ്റൂ. പക്ഷേ RCMൽ മറ്റൊന്നും കൂടി കിട്ടും, അംഗീകാരങ്ങൾ. നിങ്ങൾ എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എന്റെ വീട്ടില് ഒരു 10-35ഓളം ട്രോഫികളുണ്ട്. ഈ RCMൽ വന്നേ പിന്നെ കിട്ടിയ അംഗീകാരങ്ങളാണ്. പേൾ ലെവലിൽ കിട്ടി, സ്റ്റാർ പ്ലാറ്റിനത്തിൽ കിട്ടി, എല്ലാ ലെവൽസിലും ട്രോഫികൾ കിട്ടി. അപ്പൊ അംഗീകാരങ്ങൾ കിട്ടാനുള്ള ഒരു അവസരം കൂടി നമുക്ക് RCMൽ ഉണ്ട്. അപ്പോ RCMൽ ഒരു പേൾ എന്നൊരു ലെവലിലേക്ക് കിട്ടുമ്പോൾ 5 ലക്ഷം എ സൈഡും 5 ലക്ഷം ബി സൈഡും വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം മിനിമം 50,000 മിനിമം ഇൻകോട്ട് ആവും. കൂടാതെ ഒരു ആനുവൽ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ആനുവൽ ബോണസും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1,13,448 രൂപയോളം നമുക്ക് ആ ഒരു പേൾ എന്നൊരു ലെവലിൽ കിട്ടും. നോക്കാം നമുക്ക്. നെക്സ്റ്റ് ലെവൽ സ്റ്റാർ പേൾ ആണ്. സ്റ്റാർ പേൾ എന്ന് പറയുമ്പോൾ എ സൈഡിൽ 10 ലക്ഷവും ബി സൈഡിൽ 10 ലക്ഷവും വന്നു കഴിഞ്ഞാൽ 1,01 ടെക്നിക്കൽ ലെവലിന്റെ നമുക്ക് ലെവൽസ് ആണ്. ഇപ്പൊ പേളിന് 1% കിട്ടും, സ്റ്റാർ പേളിന് 1.75% എക്സ്ട്രാ കിട്ടുന്നതാണ് ടെക്നിക്കൽ ലെവൽ വരുമ്പോൾ. അങ്ങനെ വരുമ്പോൾ മിനിമം ഇൻകം കിട്ടുന്നത് 70,000 രൂപ. നമുക്കൊരു മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,36,138 രൂപ. അടുത്ത ലെവലാണ് എമറാൾഡ്. എമറാൾഡ് എന്നൊരു പൊസിഷനിൽ എ സൈഡിൽ 22 ലക്ഷവും ബി സൈഡിൽ 22 ലക്ഷവും വരുമ്പോൾ കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് മിനിമം ഒരു മാസം 1 ലക്ഷം രൂപ ഉണ്ടാവും. 1 ലക്ഷം രൂപ ഉണ്ടാവും. പിന്നെ ആനുവലിന്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ലെവലാണ് സ്റ്റാർ എമറാൾഡ്. സ്റ്റാർ എമറാൾഡ് എന്ന് പറയുമ്പോൾ എ സൈഡിൽ 48 ലക്ഷം PV, ബി സൈഡിൽ 48 ലക്ഷം PV. ടോട്ടൽ ഇൻകം, ഒരു മിനിമം ഇൻകം കിട്ടുന്നത് 1,70,75,000 രൂപയോളം നമുക്ക് മിനിമം കിട്ടും. അടുത്തൊരു ലെവലാണ് റൂബി. റൂബി എന്ന് പറയുമ്പോൾ PV 1 കോടി PV എ സൈഡും 1 കോടി PV ബി സൈഡും വരുമ്പോൾ കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ 2,50,000 രൂപ, 2.5 ലക്ഷം രൂപ നമുക്ക് കിട്ടും. അടുത്തൊരു ലെവലാണ് സ്റ്റാർ റൂബി. സ്റ്റാർ റൂബി എന്ന് പറയുമ്പോൾ എ സൈഡിൽ 2 കോടി ബി സൈഡിൽ 2 കോടി, നമുക്ക് കിട്ടുന്ന ഇൻകം 4 ലക്ഷം. അടുത്തൊരു ലെവലാണ് എ സൈഡിൽ 5 കോടി ബി സൈഡിൽ 5 കോടി, സഫയർ എന്നൊരു റാങ്ക്. എത്ര കിട്ടും? മിനിമം ഇൻകം 8 ലക്ഷം. നമ്മളുടെ സഫയർ, ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് നമുക്ക്. അതിൽ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മളുടെ CR മൂർത്തി സാറാണ്. സഫയർ CR മൂർത്തി സാറ് നമ്മളെല്ലാം ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് സഫയർ റാങ്കിങ്ങിലുള്ളത്. അപ്പൊ നമുക്ക് എല്ലാ അച്ചീവേഴ്സിലും ആളുകളുണ്ട്, അല്ലെ? നമ്മുടെ ഏറ്റവും അടുത്ത ഇതിലുള്ളത് എമറാൾഡ് MK ബാബു സാറ്, സുരേന്ദ്ര സാറ്, അതോടൊപ്പം തന്നെ സ്റ്റാർ എമറാൾഡ് നമ്മുടെ ഗിരീഷ് സാറ്, ഡോക്ടർ രാജ് സാറ്, അർജുൻ സാറ്, റൂബി നമ്മുടെ ബിനു സാറ്, സഫയർ നമ്മുടെ മൂർത്തി സാറ്. നോക്കാം നമുക്ക് അടുത്ത ലെവല് 10 കോടി വരുമ്പോ നമുക്ക് ഏത് ലെവൽ വരും? സ്റ്റാർ സഫയർ. മിനിമം 15 ലക്ഷം രൂപ നമ്മൾക്ക് ഒരു മാസം കിട്ടും. 25 കോടി വന്നു കഴിഞ്ഞാൽ ഏത് ലെവലാണ്? ഡയമണ്ട് എന്നൊരു ലെവല്. നമുക്ക് കിട്ടുന്ന ഇൻകം എത്രയാണ്? 25 ലക്ഷം രൂപ ഒരു മാസം കിട്ടും. ഹലോ, എല്ലാവരും ഉണ്ടാ കേൾക്കുന്നുണ്ടാ? സുരേഷ് സാറേ, 25 ലക്ഷം ഒക്കെ ആയി കഴിയുമ്പോൾ ഓരോരുത്തര്
സൗണ്ട് ഒക്കെ പോയാ? സുഹൃത്തുക്കളെ, ഈ ഒരു 25 ലക്ഷം വാങ്ങിക്കുന്ന ആളുകളുണ്ട്. 25 ലക്ഷം വാങ്ങിക്കുന്ന തെളിവുകളുണ്ട് നമ്മളുടെ മുന്നിൽ. നമ്മൾക്കും അപ്പൊ അവർക്ക് എത്താൻ സാധിക്കും, നമുക്ക് എത്താൻ സാധിക്കില്ലേ? ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് 140 കോടി ജനങ്ങളുണ്ട്. ആർസിഎമ്മിൽ ഏകദേശം 4 കോടി ജനങ്ങൾ വന്നിട്ടുള്ളൂ. ബാക്കി 136 കോടി ജനങ്ങൾ വരാനുണ്ട്. ഈ 136 കോടി ജനങ്ങൾ ആർസിഎമ്മിലേക്ക് വരുമെന്ന് എന്തായാലും ഉറപ്പാണ്. കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ട് ആർസിഎം വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആർസിഎമ്മിൽ വരും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ആരുടെ കൂടെ വരും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആരുടെ കൂടെ വരണമെന്ന് പറഞ്ഞാൽ അവരായിരിക്കണം മുന്നിൽ നിൽക്കുന്നത്. എങ്ങനെ? ആസിമിനെ കുറിച്ച് പഠിക്കണം, ആസിം പറയാൻ തയ്യാറാവണം, ആക്റ്റീവ് ആയിരിക്കണം, എല്ലാവരോടും ആശയം പറയണം. അപ്പൊ 25 കോടി എ സൈഡ് 25 കോടി ബി സൈഡും വരുമ്പോ ഡയമണ്ട് എന്നൊരു പൊസിഷൻ 25 ലക്ഷം രൂപ മന്ത്ലി വരും. നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട സുരേന്ദ്ര ഭട്ട് സാറ്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവര്, സുരേന്ദ്ര ഭട്ട് സാറ് എല്ലാ വർഷവും നമ്മൾ രാജഗിരിയിൽ വരാറുണ്ട്, കറൂറ്റിയിൽ വരാറുണ്ട്, മിക്ക പ്രോഗ്രാമുകൾക്കും സാറ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ലെവലാണ് 50 കോടി 50 കോടി എ സൈഡ്, 50 കോടി ബി സൈഡ്, 50 കോടി സ്റ്റാർ ഡയമണ്ട്. സ്റ്റാർ ഡയമണ്ട് എന്ന പൊസിഷനിൽ വരുമ്പോൾ കിട്ടുന്ന വരുമാനം 50 ലക്ഷം രൂപ. ആ സ്റ്റാർ ഡയമണ്ട് എത്തിയ വ്യക്തിയും നമ്മളുടെ ആർസിഎമ്മിലുണ്ട്. നമുക്കറിയാൻ സാധിക്കും. നമ്മുടെ എല്ലാം രവി ഒ പി ശർമ്മ സാറ്. രവി ഒ പി ശർമ്മ സാർ എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യം, അതായത് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല്, കഴിഞ്ഞ ഒരു മീറ്റിങ്ങിന് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാല്, ഞാൻ താമസിച്ചിരുന്ന കോളനിയിൽ അല്ലെങ്കിൽ ഞാൻ താമസിച്ചിരുന്ന വില്ലകളിൽ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരിലേക്കായും ഏറ്റവും വലിയ വില്ല എന്റെയാണ്. അവരിൽ ഏറ്റവും കൂടുതലുള്ള കാറുകൾ എന്റെയാണ്. അവരിൽ ഏറ്റവും കൂടുതൽ വരുമാനം മേടിക്കുന്നത് ഞാനുമാണെന്ന് അദ്ദേഹം പറയുന്ന ഒരു വാക്കാണ്. അദ്ദേഹം പറയുന്നത് പറഞ്ഞാല്, ആരാണോ അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സ് ഫാമിലിയിൽ എന്ത് പറയുന്നത് എന്ത് മേടിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ പെങ്ങൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് എന്താ പറയാ 1 കോടിയുടെ ഒരു കാറാണ്. ഒരു 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 ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ, എനിക്കൊരു ഗിഫ്റ്റ് കാർ വേണമെന്ന് പറഞ്ഞപ്പോ നേരെ BMW മേടിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ പറയുന്നത്, ഡയമണ്ട് എന്നൊരു പൊസിഷനിലേക്ക് എത്താനായിട്ട് നമ്മൾ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ സ്റ്റാർ ഡയമണ്ട് എന്ന പൊസിഷനിലേക്ക് എത്താനായിട്ട് പ്രവർത്തിക്കുക. അങ്ങനെ നമ്മളുടെ മൈൻഡ് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇതാണ് നമ്മളുടെ പൊസിഷൻസ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയാണ്. സുരേഷ് സാറെ സ്ക്രീൻ ഷെയർ മാറ്റാം കേട്ടോ. നമ്മളെ ക്ഷമയുള്ള ഒരാളാക്കി മാറ്റും ഓൾറെഡി ആർസിഎം. കാരണം ഇന്ന് നമുക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. അപ്പൊ ക്ഷമയുള്ള ഒരാളാക്കി മാറ്റുന്ന പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ പ്രോഗ്രാംസുകൾ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ വരുമാനം കിട്ടുന്ന നോട്ട് ചെയ്യുക. നിങ്ങൾ ഇപ്പൊ ഇന്ന് കിട്ടുന്ന ഒരു PPT ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അയക്കും. അതായത് ബിഗിനർ തുടങ്ങി 50 ലക്ഷം വരെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അവസരം ആർസിഎമ്മിൽ ഉണ്ട്. അവസരമാണ്, ഓപ്പർച്യൂണിറ്റി ആണ്. ഇത് അവസരം ആർക്ക് വേണമെങ്കിലും, എനിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒരേ അവസരം തന്നെയാണ്. ഇതെങ്ങനെ നേടിയെടുക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അതിനു വേണ്ടിയിട്ട് പ്രോഗ്രാംസുകൾ അറ്റൻഡ് ചെയ്യുക, ഹോം മീറ്റിങ്ങുകൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. നമ്മുടെ വീട്ടില് ഹോം മീറ്റിംഗ്സുകൾ തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഹോം മീറ്റിംഗ്സ് തുടങ്ങുക. ഹോം മീറ്റിംഗ് ചെയ്യാത്തവർ ഹോം മീറ്റിംഗ് തുടങ്ങുക. ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുക. 5000 PV ഞാൻ ചെയ്തു. ഞാൻ 1-ാം തീയതി ചെയ്തു. എത്ര പേര് 5000 PV ചെയ്തു കഴിഞ്ഞു? ഹാൻഡ് റൈസ് ചെയ്യാമോ? 5000 PV ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത